Good morning, everyone. Welcome back. മറ്റൊരു ദിവസത്തിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും വളരെ നല്ല രീതിയിൽ ആക്റ്റീവായിട്ട്, ഹാപ്പി ആയിട്ട്, ഉഷാറായിട്ട് നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് പങ്കെടുക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടാവും വിചാരിക്കുന്നു. നമ്മുടെ ഇന്നത്തെ വിഷയം, ഇന്നത്തെ മെഡിറ്റേഷൻ നമ്മൾ ചെയ്തു, അക്സെപ്റ്റൻസ് മെഡിറ്റേഷൻ അല്ലേ. സെൽഫ് അക്സെപ്റ്റൻസ്, സ്വയം നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക, സ്വയം നമ്മൾ നല്ല രീതിയിലേക്ക് എന്ത് ചെയ്യുക, നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് നമ്മളെ ഹീൽ ചെയ്തുകൊണ്ടേയിരിക്കുക. ദാറ്റ്സ് വാട്ട് വി വർ ഡൂയിങ്. ഹീലിംഗ് ആണ് ഇന്ന് നടന്നിട്ടുള്ളത്. താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ്. ഐ എം സോ ഹാപ്പി, ഐ എം സോ ഗ്ലാഡ്. അപ്പോ ഇന്നത്തെ മോർണിംഗിൽ നമ്മളുടെ ഈ ഒരു പങ്കെടുത്തിട്ടുള്ള എല്ലാവർക്കും ഒരു അടിപൊളി മെഡിറ്റേഷൻ ആണെന്ന് പറയുന്നു. ഷഹന, താങ്ക് യു സോ മച്ച്. ഇന്നത്തെ മെഡിറ്റേഷനിൽ പങ്കെടുത്തിട്ടുള്ള എല്ലാവരോടും ഇന്നത്തെ വിഷയത്തിലേക്ക് സ്വാഗതം ചെയ്യും. ഇന്നത്തെ വിഷയം നമുക്ക് എങ്ങനെ നമ്മളുടെ ബന്ധങ്ങളെ നല്ല രീതിയിലുള്ള ബന്ധങ്ങളാക്കി മാറ്റാം, പ്രത്യേകിച്ച് നമ്മളുടെ ഫാമിലി റിലേഷൻഷിപ്പ്. അതായത് നമുക്ക് അങ്ങനെ ഒരു ഹാപ്പി ഫാമിലി നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അതുപോലെ നമ്മളുടെ പ്രത്യേകിച്ച് നമ്മുടെ ജീവിത പങ്കാളിയായിട്ടുള്ള റിലേഷൻഷിപ്പ് നമുക്ക് എങ്ങനെ ബെറ്റർ ആക്കാം, അതിനു വേണ്ടിയിട്ട് ഹ്യൂമൻ സൈക്കോളജി, പ്രത്യേകിച്ച് സ്ത്രീ പുരുഷ സൈക്കോളജി നമുക്ക് എങ്ങനെയാണ് കൂടുതൽ മനസ്സിലാക്കാൻ പറ്റുക, അതിലൂടെ നമ്മൾ അതിന്റെ വ്യത്യാസങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് നല്ല രീതിയിലേക്ക് നമ്മുടെ ലൈഫിൽ ചേഞ്ച് കൊണ്ടുവരാം. അടിപൊളി സെഷൻ ആയിരിക്കും, മറക്കാതെ നിങ്ങൾ കാണാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്താ വെച്ചാൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ ആർക്കെങ്കിലും എന്ന് വെച്ചാൽ ഇത് അയച്ചു കൊടുക്കണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും അയച്ചു കൊടുക്കാൻ ശ്രമിക്കുക. അതിന്റെ ലിങ്ക് അതേപോലെ തന്നെ നമ്മുടെ സെഷൻ സ്റ്റാർട്ട് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ ഗ്രൂപ്പുകളിലും ഒന്ന് പോസ്റ്റ് ചെയ്യുക അഡ്മിന്മാർ. ഓക്കെ, പ്ലീസ് ഡു ദാറ്റ് ഇൻ എവറി ഗ്രൂപ്പ്. ഓക്കെ, ലെറ്റ്സ് ബിഗിൻ. താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ്. പറഞ്ഞതുപോലെ മറക്കരുത്, നമ്മുടെ സെഷനിലേക്ക്, ഇന്നത്തെ സെഷനിലേക്ക് നമുക്ക് കടക്കാം. ആർ യു റെഡി? ഇഫ് യു ആർ റെഡി ആൻഡ് എക്സൈറ്റഡ്, ജസ്റ്റ് കമന്റ് എക്സൈറ്റഡ്. ഓക്കെ, very good morning, Shahana. Thank you so much. Good morning, Zeenat. Good morning. Thank you so much. Good morning, everyone. Good morning. Very good morning. Okay, പരമാവധി ആൾക്കാർ എന്ത് ചെയ്യുക, വീഡിയോയിൽ വരിക കേട്ടോ. ഓക്കെ, ജസ്റ്റ് ബി ഹിയർ ഇൻ വീഡിയോ. താങ്ക് യു സോ മച്ച്. ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നുണ്ട്. മിസ്റ്റർ, താങ്ക് യു. ആൻഡ് ഗുഡ് മോർണിംഗ് റംലത്ത്, താങ്ക് യു സോ മച്ച്. അപ്പൊ ഇന്നത്തെ മെഡിറ്റേഷൻ സെഷനിലേക്ക് എന്ത് ചെയ്യാം, ഓക്കെ, ഇന്നത്തെ മോർണിംഗ് സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലെറ്റ്സ് ബിഗിൻ. സ്റ്റാർട്ട് ചെയ്യാലോ അല്ലേ? ആർ യു റെഡി? ഇഫ് യു ആർ റെഡി, ലെറ്റ്സ് ബിഗിൻ. ഫസ്റ്റ് ഓഫ് ഓൾ, നമ്മൾ ഈ ഒരു ഇന്നത്തെ സെഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന സെഷനും നമുക്ക് പറയാനുള്ള ഒരു കാര്യം, നമ്മൾക്ക് പരിമിതമായ സമയത്തിനുള്ളിലാണ് ഞാൻ എന്ത് ചെയ്യുന്ന ഈ കാര്യങ്ങൾ പറയുന്നത്. അപ്പൊ ഈ പരിമിതമായിട്ടുള്ള സമയത്തിനുള്ളിൽ പറയുന്ന കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ഈ ഒരു വിഷയത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കണം, അറിയണം, മനസ്സിലാക്കണം എന്നൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ മൈൻഡ് പവർ പ്രോഗ്രാമിലേക്ക് എന്ത് ചെയ്യുക, നിങ്ങൾ വരാൻ ശ്രമിക്കുക. മൈൻഡ് പവർ ആൻഡ് ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്ന പ്രോഗ്രാമിലേക്ക് വരാൻ ശ്രമിക്കുക. അതിൽ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് 5-ാം തീയതിയാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതിലേക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിന്റെ ഈ വിഷയത്തിലൊക്കെ അടക്കമുള്ള കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. ഞാൻ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരാം അതിൽ എത്രത്തോളം പഠിപ്പിക്കുന്നുണ്ട് എന്നുള്ളത്. ജസ്റ്റ് നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാം. മറ്റൊരു കാര്യമുള്ളത് എന്താ വെച്ചാൽ, നമ്മുടെ ഓൾറെഡി ഇന്നലെ ഒരു പ്രാക്ടീസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചില ആൾക്കാർക്ക് എന്താ വെച്ചാൽ സാമ്പത്തികമായിട്ടുള്ള പ്രയാസമുണ്ട്, കോഴ്സിൽ പങ്കെടുക്കാൻ നല്ല താല്പര്യമുണ്ട്, പക്ഷെ സാമ്പത്തികമായിട്ടുള്ള പ്രയാസമുണ്ട്. അതിന് ചെയ്യാനുള്ള ഒരു എക്സസൈസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഏകദേശം 55 തവണ നിങ്ങൾ എന്താ വെച്ചാൽ നിങ്ങളുടെ ബുക്കിൽ നിങ്ങൾക്ക് വേണ്ട പണം, കോഴ്സ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള പണം നിങ്ങൾ എന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ എനിക്ക് അത് ലഭിച്ചിരിക്കുന്നു, താങ്ക് യു സോ മച്ച് എന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, എഴുതുക എന്ന് പറയുന്ന ഒരു പ്രാക്ടീസ് പറഞ്ഞിട്ടുണ്ട്. അത് എഴുതുക. അതേപോലെ തന്നെ അതിന്റെ ഒരു അഫർമേഷൻസ് നിങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കുക. There will be a miraculous way of getting that money and being able to to do the course. Okay, അപ്പൊ മറക്കരുത്, ആ പ്രാക്ടീസ് നിങ്ങൾ ചെയ്യുന്നുണ്ടോ? ആരെങ്കിലും ചെയ്യുന്നുണ്ടോ? Did you start doing it? Is there any way? ഞാൻ എഴുതിയിട്ടുണ്ട്. വെരി ഗുഡ് സുമിത്ര, വെരി ഗുഡ്. താങ്ക് യു സോ മച്ച്. കീപ് റൈറ്റിംഗ്, കീപ് ബിലീവിംഗ്. ഓക്കെ, യെസ് Ashna, very good. Thank you so much. Keep writing, keep believing. And definitely what happens is, like, there will be a way. So just do it and magically things will work out. Appo yes, very good. Appo ഒരുപാട് പേര് അതിലേക്ക് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെന്ന് അറിയാം. So do that, continue doing that every day. 55 തവണ മിനിമം എഴുതുക. അത് നിങ്ങൾ 100 തവണ എഴുതാൻ പറ്റിക്കഴിഞ്ഞാൽ that is much better. നിങ്ങൾ ഫീൽ ചെയ്ത് എഴുതുക. താങ്ക്സ് പറയുക, യൂണിവേഴ്സിനോട് താങ്ക്സ് പറയുക. അതായത് എനിക്ക് കോഴ്സ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള പണം എനിക്ക് ലഭിച്ചു, താങ്ക് യു സോ മച്ച്. അത് നിങ്ങളുടെ ഭാഷയിൽ എഴുതാട്ടോ. നിങ്ങളുടെ ഭാഷ എന്ന് പറയുമ്പോൾ നിങ്ങൾ വിശ്വസിക്കുന്ന ചില ആൾക്കാർക്ക് ഒന്ന് വെച്ചാൽ ആ ഒരു ദൈവവിശ്വാസത്തിൽ കണക്ട് ചെയ്തുകൊണ്ട് പറയണം എന്നായിരിക്കും നിങ്ങളുടെ വിശ്വാസപ്രകാരം. അപ്പൊ അങ്ങനെയാണെങ്കിൽ അങ്ങനെ എഴുതാം. ഇറ്റ്സ് അപ് ടു യു. എനിവേ, ഫീൽ ഇറ്റ് when you are writing it. Just completely feel it, and when you are writing it, that's how you can help. Okay, you can change your financial blueprint. നിങ്ങളുടെ ഫൈനാൻഷ്യൽ ബ്ലൂ പ്രിന്റ് ചേഞ്ച് ചെയ്യുന്നത് അങ്ങനെയാണ്. അപ്പൊ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, നിങ്ങൾക്കത്
റിസൾട്ട് ആയിട്ട് വരും. ഇതിനു വേണ്ടി മാത്രമല്ല, ഇവിടുന്ന് അങ്ങോട്ടുള്ള ഇനി എല്ലാ ആഗ്രഹങ്ങൾക്കും, നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ട പണം നിങ്ങളിലേക്ക് വരുന്നു എന്ന് നിങ്ങൾ എഴുതി വെക്കുക. സോ മാജിക് വിൽ ഹാപ്പൻ. അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം, ചുമ്മാ പറയുന്നതല്ല. അതൊക്കെ നമ്മുടെ കോഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാക്കാൻ പറ്റും. ബിക്കോസ് അതിന് വേണ്ടിയിട്ടുള്ള ആശയങ്ങളും സംഗതികളും ഒക്കെ നിങ്ങളിലേക്ക് വരും. അപ്പൊ ആ ആശയങ്ങളും സംഗതികളോ അല്ലെങ്കിൽ ഐഡിയ ആയിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരാളുടെ പേരായിരിക്കാം, അല്ലെങ്കിൽ ഒരു വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് അതിനുള്ള ഒരു അവസരം ഉണ്ടായി വരും. ദാറ്റ് വിൽ ഹാപ്പൻ. So just keep on doing it. Okay. Anyway, that's a magic word that I wanted to convey. First of all, ഇനി നമുക്ക് ഇന്നത്തെ സെഷനിലേക്ക് വരാം. റെഡി? സോ പരമാവധി ഗ്രൂപ്പുകളിൽ എന്ത് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇന്നത്തെ സെഷൻ ശരിക്കും ലൈഫ് ചേഞ്ചിങ് ആയിട്ട് മാറും. സോ മറക്കരുത് എല്ലാ ഗ്രൂപ്പുകളിലേക്കും എന്ത് ചെയ്യുക, ഷെയർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ശരത്ത് നമ്മളുടെ മറ്റുള്ള അഡ്മിനെ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ബന്ധപ്പെട്ടിട്ട് എന്ത് ചെയ്യുക, മറ്റുള്ള അഡ്മിനെയും കൂടി ജസ്റ്റ് എന്ത് ചെയ്യുക, അറിയിക്കുക കേട്ടോ. ഒന്ന് കോൾ ചെയ്തിട്ട് എന്ത് ചെയ്യുക, അറിയിക്കുക, ടു ഷെയർ ദ ഡീറ്റെയിൽസ്. ഓക്കെ. എനിക്കിവിടെ ഷെയർ ചെയ്യാനുള്ള, ഓക്കെ, വെരി ഗുഡ്. ഓൾ റൈറ്റ്. റിലേഷൻഷിപ്പ്, നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന റിലേഷൻഷിപ്പ് എന്ന് പറയുന്ന സംഭവം എന്താണ്? റിലേഷൻഷിപ്പ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു വിഷയത്തിലേക്കാണ് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നത്. ഓക്കെ. അതിൽ തന്നെ ചെറിയൊരു പാർട്ടാണ് ഈ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ആക്ച്വലി നമ്മുടെ കോഴ്സിൽ വരുന്ന ഒരു സംഗതിയാണ്. ഹാപ്പി ഫാമിലി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ബന്ധങ്ങൾ നല്ല രീതിയിലാക്കാൻ വേണ്ടി, ജീവിത പങ്കാളിയായിട്ടുള്ള ബന്ധങ്ങൾ, മക്കളുമായിട്ടുള്ള ബന്ധങ്ങൾ, ഓവറോൾ ഫാമിലി റിലേഷൻഷിപ്പ് ബ്യൂട്ടിഫുൾ ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പാർട്ടാണ് ഇത്. നമ്മൾ കോഴ്സിൽ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് വരുന്ന ഒരു കാര്യമാണ്. കുറെ ഇത്രയും സ്ലൈഡ്സിൽ കാണിക്കാനുണ്ട്. മൈൻഡും റിലേഷൻഷിപ്പും തമ്മിലുള്ള സംഗതി എന്താണ്, എങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നത്, എങ്ങനെയാണ് ആൾക്കാർ, നമ്മൾ അതിൽ പഠിപ്പിക്കുന്ന ഒരു കാര്യം, ഹൗ പീപ്പിൾ ഫാൾ ഇൻ ലവ്. ഓക്കെ. ഞാൻ ജസ്റ്റ് ഇതൊന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാം, നമ്മുടെ ടോപ്പിക്കിലേക്ക് വരാം. ഹൗ പീപ്പിൾ, എങ്ങനെയാണ് ആൾക്കാർ പ്രണയത്തിലാകുന്നത്, ഇഷ്ടം എങ്ങനെയാണ് സംഭവിക്കുന്നത്, അതിന്റെ സ്റ്റേജസ് എന്താണ്, അത് പഠിപ്പിക്കുന്നുണ്ട്. കെമിസ്ട്രി ഓഫ് ലവ്, അതായത് നമുക്ക് കറക്റ്റ് ആയിട്ടൊന്ന് വെച്ചാൽ ഇതൊരു നമ്മുടെ ബ്രെയിനിൽ നടക്കുന്ന കെമിക്കൽ ചേഞ്ചസ് ഉണ്ട്. പ്രണയം അല്ലെങ്കിൽ ഒരു ഇഷ്ടം, ഒരാളോട് ഒരു ഇഷ്ടം, പ്രണയവും പാഷനും ആ ഒരു റൊമാൻസും ഒക്കെ വരണം എന്നുണ്ടെങ്കിൽ സംഭവിക്കേണ്ട ചില സംഗതികളുണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നു, അതിന്റെ സയൻസ് മനസ്സിലാക്കുന്നു. അതേപോലെ തന്നെ നമ്മുടെ റിലേഷൻഷിപ്പ് സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചില ഇൻഡിക്കേഷൻസ് ഉണ്ട്. ആ കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതിനെക്കുറിച്ചുള്ള സംഗതികൾ, അങ്ങനെയുള്ള ഒരുപാട് സംഗതികൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അതിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം എന്താണ് സ്ത്രീക്ക് വേണ്ടത്, എന്താണ് പുരുഷന് വേണ്ടത്, അതേപോലെ സ്ത്രീക്ക് ആക്ച്വലി വേണ്ട കാര്യങ്ങൾ എന്താണ്. ഇന്ന് നമ്മൾ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലേക്കാണ് കൂടുതൽ പോകാൻ പോകുന്നത്. ഓക്കെ. അതേപോലെ തന്നെ റിലേഷൻഷിപ്പിൽ നമുക്കത് വെച്ചാല് സംഭവിക്കുന്ന ഹോർമോൺ ചേഞ്ചസ് എന്തൊക്കെയാണ്, അതെങ്ങനെയാണ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുക, ഏത് രീതിയിലാണ് നമുക്ക് അതിനെ ചേഞ്ച് ചെയ്തെടുക്കാൻ പറ്റുക. സ്നേഹം സ്വീകരിക്കുന്ന 3 രീതികളുണ്ട്. ആ ഒരു ലാംഗ്വേജ് ഉണ്ട്, ലവ് ലാംഗ്വേജ്, അതെങ്ങനെയൊക്കെയാണ്, ഏത് രീതിയിലാണെന്നുള്ളത്. അപ്പൊ അതിന്റെയൊക്കെ ഒരു എക്സസൈസ് അടക്കം ഒരുപാട് കാര്യങ്ങൾ അതിൽ പഠിക്കും. ഇത് ഒരു ചാപ്റ്റർ മാത്രമാണ്, റിലേഷൻഷിപ്പിന്റെ സംഗതിയിൽ ഒരു ചാപ്റ്റർ മാത്രമാണ്. അപ്പൊ നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് വരാം. നമുക്ക് റിലേഷൻഷിപ്പിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഫാമിലി ലൈഫിൽ എന്താണ് ആക്ച്വലി ഒരു ഹാപ്പി ഫാമിലി നമുക്ക് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വേണ്ടത്, പ്രധാനമായിട്ടും വേണ്ട ഒരു കാര്യം, നമ്മളുടെ ലൈഫിൽ നമുക്ക് ഒരു ഹാപ്പി ഫാമിലി ക്രിയേറ്റ് ചെയ്യണം എന്നുള്ളൊരു ഗോള് വേണം. ഓക്കെ. യു നീഡ് ടു ഹാവ് എ വിഷൻ. എനിക്ക് എൻ്റെ ഒരു ഫാമിലി ലൈഫ് എന്തായിരിക്കണം, ഒരു ഹാപ്പി ആയിട്ടുള്ള ഒരു ഫാമിലി ലൈഫ് വേണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു കോമൺ ഗോൾ സെറ്റ് ചെയ്യണം. ആ ഹാപ്പി ഫാമിലിയിൽ എന്തൊക്കെ വരാം? ഒന്ന്, ആ ഫാമിലിയിൽ നിങ്ങൾ എങ്ങനെ ഇടപഴകുന്നു എന്നുള്ളത്, നിങ്ങളും മറ്റുള്ളവരുമായിട്ടുള്ള റിലേഷൻഷിപ്പ് എങ്ങനെയായിരിക്കും. നിങ്ങൾ ദേഷ്യമുള്ള ഒരു വ്യക്തിയാണ്, വളരെ ദേഷ്യത്തോടു കൂടി എല്ലാവരെയും കൺട്രോൾ ചെയ്യുന്ന, ഭയങ്കരമായിട്ട് അതോറിറ്റേറ്റീവ് ആയിട്ടുള്ള അത്തരത്തിലുള്ള ഒരു ഫാമിലി എൻവയൺമെന്റ് അല്ല വേണ്ടത്. ഒരു പോസിറ്റീവ് ആയിട്ടുള്ള, വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള, വളരെ നല്ല രീതിയിൽ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫാമിലി ലൈഫ്, ഒരു ഹാപ്പി ആയിട്ടുള്ള ഫാമിലി ലൈഫിന്റെ ഒരു വിഷൻ നമുക്ക് വേണം. ഫസ്റ്റ് ഓഫ് ഓൾ, ഹൗ യു ആർ ഗോയിങ് ടു റെസ്പോണ്ട് ആൻഡ് റിയാക്ട് ഇൻ ദ ഫാമിലി. നിങ്ങളുടെ ഫാമിലി നിങ്ങൾ എങ്ങനെ ഇടപെടും? ഞാൻ എങ്ങനെയായിരിക്കും? ഞാനൊരു നെഗറ്റിവിറ്റി ഉള്ള, മറ്റുള്ളവർക്ക് സ്ട്രെസ് കൊടുക്കുന്ന, മറ്റുള്ളവരെ പേടിപ്പിക്കുന്ന, മറ്റുള്ളവരെ ഉപദ്രവിക്കുന്ന, മറ്റുള്ളവരെ എന്നിലേക്ക് അടുപ്പിക്കുന്ന, അപ്പൊ നമുക്ക് ട്രോമ ഉണ്ട് എങ്കിൽ ഫാമിലി ലൈഫ് ഭയങ്കര സ്ട്രഗ്ലിംഗ് ആയിരിക്കും. ചെറുപ്പകാലത്ത് നമുക്ക് ഒരുപാട് ട്രോമ ഉണ്ടെന്ന് വെച്ചോളൂ. ശരിക്കും ശ്രദ്ധിച്ചു കേൾക്കാം. പറഞ്ഞു യു നീഡ് ടു ഹാവ് എ ഗോൾ എന്ന് പറഞ്ഞില്ലേ? ആ ഗോൾ എന്ന് പറയുന്നതിൽ തന്നെ ഫസ്റ്റിലേക്ക് വരുന്നത് വെച്ചാൽ ഞാൻ എങ്ങനെയാണ് പെരുമാറുക, ഞാൻ എങ്ങനെയാണ്, എന്റെ കോൺട്രിബ്യൂഷൻസ് എങ്ങനെയായിരിക്കും, ഹൗ ഐ ആം ഗോയിങ് ടു റിയാക്ട്. മനസ്സിലാവുന്നുണ്ടോ? ഞാൻ എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത്? ഈ റിയാക്ഷനെ കൺട്രോൾ ചെയ്യുന്നത് എന്താണ്?
നമ്മളുടെ ട്രോമ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ നമ്മൾ പൊതുവെ ഇൻസെക്യൂർഡ് ആയിരിക്കും. ട്രോമയുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം റിലേഷൻഷിപ്പിലേക്കും ഫാമിലി ലൈഫിലേക്കും വരുമ്പോൾ, പ്രത്യേകിച്ച് ഏറ്റവും ബേസിക് ആയിട്ടുള്ള അടിസ്ഥാനപരമായിട്ട് നമ്മൾ എവറിഡേ ലൈഫിൽ നമ്മൾ ജീവിക്കുന്ന നമ്മളുടെ ബേസിക് ഏതൊരു മനുഷ്യനും ജീവിക്കുന്ന ഒരു ഏരിയ ആണെന്ന് വെച്ചാൽ മറ്റുള്ളവരുമായിട്ട് ഇടപെടുന്ന ഏരിയയാണ് ഫാമിലി എന്ന് പറയുന്നത്. ഇറ്റ്സ് എ ബേസിക് യൂണിറ്റ് ഓഫ് സൊസൈറ്റി എന്നാ പറയുന്നത്. അപ്പൊ അടിസ്ഥാനപരമായിട്ട് നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു സ്ഥലമാണത്. നമുക്ക് ജോലിക്ക് പോകാതിരിക്കാം, മറ്റുള്ളവരോട് സംസാരിക്കാം, അത് നമ്മളെ സംബന്ധിച്ച് ജോലിക്ക് പോകുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അത്രയും ആൾക്കാരോട് ബന്ധപ്പെടുന്നില്ല എന്നേ ഉള്ളൂ. പക്ഷെ ജോലിക്ക് പോകുന്നവർക്കും പക്ഷെ ഫാമിലിയിലേക്ക് വരുമ്പോൾ ബന്ധങ്ങൾക്കാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. നമുക്ക് ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റില്ല. അപ്പൊ ആ ഫാമിലി ലൈഫിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ട്രോമ ഉണ്ട് എങ്കിൽ നമ്മൾ എന്ത് സംഭവിക്കും? നമുക്ക് നമ്മുടെ ട്രോമ നമ്മൾ അനുഭവിച്ചിട്ടുണ്ട്, ചെറുപ്പത്തിൽ നല്ലാണ്ട് പെയിൻഫുൾ ആയിട്ടുള്ള ട്രോമയും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വിഷമിപ്പിക്കുന്ന സങ്കടങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ അനുഭവിച്ചിട്ടുണ്ട് എങ്കിൽ ഇത് നമ്മളുടെ ബിഹേവിയറൽ ചേഞ്ചസ് കൊണ്ടുവരും. ബിഹേവിയറൽ ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെരുമാറ്റത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും. പെരുമാറ്റത്തിൽ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് വ്യക്തിത്വത്തിൽ തന്നെ പ്രശ്നം ഉണ്ടാകും. വ്യക്തിത്വം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ആസ് എ പേഴ്സൺ നമ്മൾക്കൊരു ഡിസോർഡർ ചിലപ്പോൾ വന്നേക്കും. ചില പേഴ്സണാലിറ്റി ഡിസോർഡർ, നമ്മുടെ പെരുമാറ്റ രീതികൾ, ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്ന രീതിയിൽ നമുക്ക് ചില കാര്യങ്ങളിൽ ഓവറായിട്ട് നമ്മുടെ വാല്യൂസിൽ പ്രശ്നങ്ങൾ വരും. നമ്മുടെ ബിഹേവിയറിൽ പ്രശ്നങ്ങൾ വരും. ഞാൻ പറഞ്ഞുതരാതെ പറയുന്നു, നമ്മളുടെ പേഴ്സണാലിറ്റിയിൽ പ്രശ്നം വരും, നമ്മുടെ ഹാബിറ്റ്സിൽ പ്രശ്നങ്ങൾ വരും, നമ്മുടെ ക്യാരക്ടറിൽ പ്രശ്നം വരും, നമ്മളെന്ന് പറയുന്ന വ്യക്തിയിൽ തന്നെ മൊത്തത്തിൽ പ്രശ്നങ്ങൾ സംഭവിക്കും. ഈ സംഭവിച്ചു കഴിഞ്ഞാൽ, അതായത് ഫോർ എക്സാമ്പിൾ പറയാം, നമ്മുടെ ഇമോഷൻസിൽ നമുക്ക് ഡീൽ ചെയ്യാൻ കഴിയാത്ത സംഗതികൾ വരും, ഇമോഷൻസിന് പ്രശ്നങ്ങൾ വരും, ഇമോഷണൽ മാനേജ്മെന്റിൽ പ്രശ്നങ്ങൾ വരും, വാല്യൂസിൽ പ്രശ്നങ്ങൾ വരിക. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇൻസെക്യൂരിറ്റി വന്നു കഴിഞ്ഞാൽ, നമുക്ക് വല്ലാണ്ട് പെയിൻഫുൾ ആയിട്ടുള്ള എക്സ്പീരിയൻസ് നമ്മൾ കടന്നു പോയിട്ടുണ്ട് എങ്കിൽ നമ്മളുടെ വാല്യൂസ്, ഫാമിലിയിൽ നമ്മൾ ഇടപഴകുന്ന സമയത്ത് നമ്മുടെ വാല്യൂസിൽ ചില കാര്യങ്ങൾക്ക് നമുക്ക് ഭയങ്കര പ്രാധാന്യമായിരുന്നു. നമ്മുടെ കാര്യങ്ങൾ നമ്മൾ ചിലപ്പോൾ സെൽഫിഷ് ആയി, നമ്മുടെ ട്രോമകൾ നമ്മളെ ബാധിക്കുന്ന ഒരു കാര്യം നമ്മൾ സെൽഫിഷ് ആവാൻ കാരണമാകും. അതെങ്ങനെയാവുന്നത്? നമ്മൾ ഇൻസെക്യൂർഡ് ആണ്, നമ്മൾ പോലും അറിയാതെ നമ്മൾ ഇൻസെക്യൂർഡ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു സുരക്ഷിതത്വ മനോഭാവം ഉണ്ടാവില്ല. നമ്മൾ സേഫ് ആണ് എന്ന് ഫീൽ ചെയ്യില്ല. നമ്മൾ സേഫ് ആണ് എന്നുള്ള ഫീലിംഗ് നമുക്ക് ഉണ്ടാവില്ല. വി ആർ നോട്ട് സേഫ്. നല്ല പെയിൻഫുൾ ആയിട്ടുള്ള എക്സ്പീരിയൻസ് നമുക്കുണ്ടായി, നമ്മുടെ മാതാവിൽ നിന്നോ പിതാവിൽ നിന്നോ നമ്മുടെ സഹോദരങ്ങളിൽ നിന്നോ അതല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്നോ നമുക്ക് നല്ല വേദനിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ, നല്ല ട്രോമ കിട്ടിക്കഴിഞ്ഞാൽ, നെഗറ്റീവ് ആയിട്ടുള്ള പെയിൻഫുൾ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ സേഫ് ആണ് എന്ന് ഫീൽ ചെയ്യില്ല. അങ്ങനെ സേഫ് ആണ് എന്ന് ഫീൽ ചെയ്യാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ഇൻസെക്യൂരിറ്റി മോഡിലായിരിക്കും. ഇൻസെക്യൂരിറ്റി മോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും എന്താ വെച്ചാൽ ഒരു സെക്യൂരിറ്റി ഫീൽ ചെയ്യാത്ത ഒരു എപ്പോഴും എന്താ വെച്ചാൽ നമ്മുടെ കാര്യത്തിന് ഭയങ്കര പ്രാധാന്യം, ഞാൻ എന്റെ അതായത് നമ്മളെ പതിയെ സെൽഫിഷ്നെസ്സിലേക്ക് കൊണ്ടുപോവുക. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? എന്ത് കാര്യം വരുമ്പോഴും എനിക്ക് പ്രാധാന്യം, എന്റെ ഇമോഷൻസിന് പ്രാധാന്യം, എന്റെ വേദനകൾക്ക് പ്രാധാന്യം. എന്നെ ആരും മനസ്സിലാക്കുന്നില്ല. ക്ലിയർ ആണോ? ഹലോ ഇഫ് ഇറ്റ് ഈസ് ക്ലിയർ, മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? നമ്മളിൽ അധികം ആൾക്കാരും ഇങ്ങനെ, കാരണം അത്രയും എഡ്യൂക്കേറ്റഡ് അല്ലാത്ത ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ടിലാണ് നമ്മളൊക്കെ എന്ത് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഈ ഒരു എഡ്യൂക്കേഷനോ ഈ ഒരു അറിവോ കാര്യങ്ങളോ മെന്റൽ ഹെൽത്തിന്റെ പ്രാധാന്യമോ മാനസികമായിട്ട് നമ്മളെ മറ്റുള്ളവർ കളിയാക്കുന്ന സമയത്ത് ഇപ്പോൾ പോലും ആ കളിയാക്കലുകൾ കാണാം. ബന്ധുക്കൾ വന്നു കഴിഞ്ഞാൽ അവന് ഉപ്പച്ചിക്ക് വേണ്ട, അവന് ഉമ്മച്ചിക്ക് വേണ്ട, അല്ലെങ്കിൽ അവന് അമ്മയ്ക്ക് വേണ്ട, അവന് അച്ഛന് വേണ്ട. മനസ്സിലാവുന്നുണ്ടോ? അവന് തവിട് കൊടുത്ത് മേടിച്ചതാണ്, അല്ലെങ്കിൽ അവളെ തവിട് കൊടുത്ത്, ഇങ്ങനെയുള്ള രീതിയിൽ പരിഹാസങ്ങൾ സംഗതികൾ ഒരുപാട് കേട്ടിട്ടില്ലേ? ഇനി ബന്ധുക്കൾ വരുന്ന സമയത്ത് മാതാപിതാക്കൾ തന്നെ എന്താ പറയാ? എത്ര പറഞ്ഞാലും കേൾക്കൂല, തീരെ അനുസരണമില്ല. ഇങ്ങനെയുള്ള രീതിയിലൊക്കെയാണ് നമ്മൾ ചെറുപ്പത്തിൽ വളർന്നു വന്നത് എങ്കിൽ നമുക്ക് ഇത് മാത്രമാണോ? ഒരുപാട് പരിഹാസങ്ങൾ. അവൻ കറുത്തുപോയി, നിനക്ക് ഭംഗിയില്ല, നീ ഇങ്ങനെയായിപ്പോയി, നീ ഈ രൂപത്തിലാണ്, അയ്യേ അവനെ കണ്ടില്ലേ, അയ്യേ അവളെ കണ്ടില്ലേ. ഇങ്ങനെ പരിഹസിച്ചിട്ട് ചിലപ്പം സിബ്ലിങ്സിന്റെ അടുത്ത് നല്ല പരിഹാസം കിട്ടിയവരാണ് അധികം ആൾക്കാർ. യെസ് നമ്മളിവിടെ അധികം ആൾക്കാർ അത്യാവശ്യം നല്ല പരിഹാസവും അത്യാവശ്യം നല്ല കുറ്റപ്പെടുത്തലും ചെറുപ്പം മുതൽ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ കിട്ടുന്നത് നല്ലതാണ്, അല്ലെങ്കിൽ നമ്മൾ അതിനൊക്കെ പുറമെ അടി തൊഴി സംഗതികൾ ഇതൊക്കെ നല്ലതാണ് എന്ന് നമ്മൾ ധരിച്ചു വെച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അല്ല, ഇതൊക്കെ പൊട്ടത്തരങ്ങളാണ്, മണ്ടത്തരങ്ങളാണ്, ഭയങ്കര ഡാമേജിങ് ആണ്. നിങ്ങൾ ഇപ്പൊ ലൈഫിൽ അനുഭവിക്കുന്ന പ്രയാസത്തിന്റെ ബുദ്ധിമുട്ടിന്റെ എല്ലാത്തിന്റെയും കാരണം അന്ന് നിങ്ങൾ അനുഭവിച്ചിട്ടുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുമാണ്.
നിങ്ങളുടെ ഉള്ളിന്റെ ഉള്ളിൽ എന്താ വെച്ചാൽ നമ്മൾ ഇന്ന് ഹീലിംഗ് മെഡിറ്റേഷനിൽ നമ്മൾ ചെയ്തതുപോലെ ചെറുപ്പം മുതൽ നമ്മൾ അനുഭവിച്ചിട്ടുള്ള നമുക്ക് ഏറ്റവും കൂടുതൽ എന്താ വെച്ചാൽ വെറുപ്പും വിദ്വേഷവും നമ്മുടെ ഉള്ളിലുണ്ടാവുന്നു. നിങ്ങൾ മക്കളോട് ചൂടാകുമ്പോൾ, മക്കളോട് ചൂടാകുന്ന സമയത്ത്, മക്കളോട് നല്ല രീതിയിലേക്ക് ഭയങ്കരമായിട്ട് വഴക്ക് പറയുന്ന സമയത്ത്, പരിഹസിക്കുന്ന സമയത്ത്, കുറ്റപ്പെടുത്തുന്ന സമയത്തോ നിങ്ങളുടെ മക്കൾ നിങ്ങളെ സ്നേഹിക്കുന്നത് കുറയല്ല ചെയ്യാ, അവരെ സ്നേഹിക്കുന്നത് കുറയും. ഹലോ, അവരെ സ്നേഹിക്കുന്നത് കുറയും, നിങ്ങളോടുള്ള സ്നേഹം കുറയൂല. അവരെ സ്നേഹിക്കുന്നത് കുറയുമ്പോൾ എന്താ സംഭവിക്കുക വെച്ചാൽ അവരെപ്പോഴും ഒരു ഇൻസെക്യൂർഡ് മോഡിലേക്ക് പോകും. ഇൻസെക്യൂർഡ് ആയിട്ടുള്ള മോഡിലേക്ക് പോകുമ്പോൾ അവർക്ക് എപ്പോഴും പേടിയാണ് ഉണ്ടാവുക. ആ പേടിയാണ് നമ്മളുടെ ട്രിഗർ ആയിട്ട് ഓരോ സ്വഭാവത്തിലേക്കും നിയന്ത്രണങ്ങളായി വരുന്നത്. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? ഓരോ സ്വഭാവത്തിലേക്കും നിയന്ത്രണങ്ങളായി വരുന്നത് എന്താണ്? ആ പേടിയാണ്. ആ ഇൻസെക്യൂരിറ്റിയാണ് നമ്മളെ ട്രിഗർ ചെയ്യുന്നത്, ഓരോ കാര്യത്തിലേക്കും നമ്മളെ നയിക്കുന്നത്. ക്ലിയർ ആണോ പറയുന്നത്? ഹലോ, ഓക്കെ. അപ്പൊ ആ പ്രയാസത്തിലേക്ക് നമ്മൾ എന്ന് വെച്ചാൽ നമ്മൾ ആ രൂപത്തിലേക്ക്, പ്രയാസത്തിലേക്ക്, ബുദ്ധിമുട്ടിലേക്ക് നമ്മൾ പോകരുത്. അതിന്റെ കാരണം എന്താ വെച്ചാൽ അത് നമുക്ക് അങ്ങനെ ഉള്ളത് കൊണ്ട് നമ്മുടെ പ്രോബ്ലം എന്താണ്? അത് നമ്മുടെ വാല്യൂസിനെ ബാധിച്ചു. ഇപ്പോഴും നിങ്ങളുടെ പല ആൾക്കാർക്കും എന്താ വെച്ചാൽ ഇപ്പൊ ഈ ബന്ധങ്ങൾ ഭയങ്കരമായിട്ട് വഷളാവുന്നിടത്ത് അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നിടത്ത് റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെൽഫിഷ് ആയി പോകുന്നു. നമ്മൾ വേറൊരാളുടെ കൂടെ ജീവിക്കുന്നത്, നമ്മൾ മാത്രമല്ല വീട്ടിലുള്ളത്, കുറച്ച് കൂടുതൽ ആൾക്കാരുണ്ട്. അപ്പൊ അവരുടെ ഇഷ്ടങ്ങളെ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ല. കാരണം നമ്മൾ ഒരുപാട് വേദന അനുഭവിച്ചത് കൊണ്ട്, നമ്മൾ വല്ലാണ്ട് ഇൻസെക്യൂർഡ് ആയിട്ട്, വല്ലാണ്ട് ഫിയറിലാണ് ഇപ്പോഴുള്ള. അൺകോൺഷ്യസ് ആണ് കേട്ടോ ഈ ഫിയർ, കോൺഷ്യസ് അല്ല. നിങ്ങൾക്ക് മുകളിലൂടെ നോക്കിക്കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ജസ്റ്റ് ഒറ്റ നോട്ടത്തിൽ നോക്കിക്കഴിഞ്ഞാൽ കാണില്ല, അത് അറിയില്ല അങ്ങനെ ഒരു പേടി എനിക്കുണ്ടോ. അങ്ങനെ ഒരു പേടി ഉണ്ട്. ആ പേടി നിങ്ങൾക്ക് അറിയില്ല, ഒറ്റ നോട്ടത്തിൽ മനസ്സിലാവില്ല. ആ പേടി ഉണ്ടോ ഇല്ല എന്നുള്ളതിന്റെ തെളിവാണ് എന്താ വെച്ചാൽ ആരെങ്കിലും നിങ്ങളെ വഴക്ക് പറയുമ്പോൾ, നിങ്ങളെ ചൂണ്ടിക്കാണിക്കുമ്പോൾ നിങ്ങൾക്കൊരു കൂളായിട്ട്, പേടിയില്ലാത്ത ഒരാൾക്കാണെങ്കിൽ കൂളായിട്ട് അത് ഡീൽ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് അത് ഇഷ്ടമില്ലാതാവുക. നിങ്ങളുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ ഇഷ്ടമില്ലാതാവുന്നുണ്ടോ, അസ്വസ്ഥത വരുന്നുണ്ടോ? ആ കാരണം അവർ കുത്തുന്നത് ആ പഴയ മുറിവിലാണ്. ആ പഴയ കുട്ടി എന്ത് ചെയ്യാണ്? ഇൻസെക്യൂർഡ് ആവുകയാണ്. സ്വാഭാവികമായിട്ടെന്ന് വെച്ചാൽ നമ്മളുടെ തെറ്റുകൾ നമ്മുടെ ജീവിത പങ്കാളി നമുക്ക് കാണിച്ചു തരുമ്പോൾ, നമ്മുടെ പോരായ്മകൾ നമുക്ക് കാണിച്ചു തരുമ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യാൻ നമുക്ക് കഴിയുന്നില്ല. കാരണം നമ്മളുടെ അലേർട്ട് മോഡിൽ നമ്മൾ എന്താ വെച്ചാൽ നമ്മൾ സേഫ് ആണ്, നമ്മളെപ്പോഴും സേഫ് ആയിരിക്കണം, ഉഷാറായിരിക്കണം, അങ്ങനെ ആയിരിക്കണം, ഇങ്ങനെ ആയിരിക്കണം എന്നുള്ള ചിന്താഗതിയാണ്. ഇത് മാത്രമാണ്. ഇതെന്താ വെച്ചാൽ പലപ്പോഴും ഒരുപാട് വേദനകളും ബുദ്ധിമുട്ടുകളും നമ്മൾ അനുഭവിച്ചിട്ടുണ്ട് എങ്കിൽ, പ്രയാസങ്ങളും കുറ്റപ്പെടുത്തലും സംഗതികളൊക്കെ അനുഭവിച്ചിട്ടുണ്ട് എങ്കിൽ നമ്മളെ അതെന്താക്കി മാറ്റും? സെൽഫിഷ് ആക്കി മാറ്റും, ഇൻസെക്യൂർഡ് ആക്കി മാറ്റും. നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ തീരെ നടന്നിട്ടില്ല, അല്ലെങ്കിൽ നമ്മൾക്ക് പലപ്പോഴും നമ്മൾ ചെറുപ്പത്തിൽ വാശി പിടിച്ചിട്ട് കാര്യങ്ങൾ നേടിയെടുത്ത് ശീലിച്ചു പോന്നിട്ടുണ്ടെങ്കിൽ, വല്ലാണ്ട് കരഞ്ഞും വാശി പിടിച്ചിട്ടും നമ്മൾ ശീലങ്ങൾ നേടിയെടുത്ത് പോകുന്ന രീതി ഉണ്ടാവും. അതൊരു പാറ്റേൺ ആയിട്ട് നിങ്ങൾക്ക് മാറിയിട്ടുണ്ടാവും. അതും ഒരു ട്രോമയുടെ ഭാഗമാണ്, ട്രോമ റെസ്പോൺസ് ആണ്. ദേഷ്യം പിടിച്ച് ഇപ്പൊ വലുതാകുന്ന സമയത്ത് ദേഷ്യം പിടിച്ചിട്ട് കാര്യങ്ങൾ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കാറുണ്ടോ? എങ്കിൽ നിങ്ങൾ ചെറുപ്പത്തിൽ ദേഷ്യം പിടിച്ച് കരഞ്ഞ് വാശി പിടിച്ചിട്ട് കാര്യങ്ങൾ സാധിച്ചിട്ടുള്ള കുട്ടിയാണ്, ഒരു സംശയമില്ല. അതിന്റെ റിപ്പീറ്റേഷൻ ആണ് ഇപ്പോൾ ഈ കാണുന്നത്. ഹലോ, മനസ്സിലാവുന്നുണ്ടോ? യെസ്, മനസ്സിലാവുന്നുണ്ടോ? ഇപ്പൊ നിങ്ങൾ വല്ലാണ്ട് ഡൊമിനന്റ് ചെയ്തിട്ട്, വല്ലാണ്ട് എന്താ വെച്ചാൽ ഷൗട്ട് ചെയ്തിട്ട് കാര്യങ്ങൾ സാധിച്ചെടുക്കാൻ ശ്രമിക്കുന്നുണ്ടോ? എങ്കിൽ ചെറുപ്പത്തിൽ വലിയ വാശിയും സംഗതികളും കാണിച്ചുകൊണ്ട് കാര്യങ്ങൾ സാധിച്ച് നേടിയെടുത്തപ്പോൾ നിങ്ങളുടെ സബ് കോൺഷ്യസിന് ഒരു കാര്യം മനസ്സിലായി: ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ, ഇങ്ങനെ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ, ഇങ്ങനെ ഡിമാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഏറ്റവും അതിപ്രസരമാണ് വേറൊരാളുടെ കൂടെ ജീവിച്ചു തുടങ്ങുമ്പോൾ. നമ്മുടെ ഫാമിലിയിൽ നിന്ന് കാര്യങ്ങൾ സാധിക്കുന്ന പോലെയല്ല, നമ്മുടെ മാതാപിതാക്കൾ നമ്മളോട് സ്നേഹമുള്ളതുകൊണ്ട് കാര്യങ്ങൾ ചെയ്തു തരും. വേറൊരാളുമായിട്ടൊരു ജീവിതം സ്റ്റാർട്ട് ചെയ്ത് പോകുമ്പോൾ ഇതേപോലെ വ്യത്യസ്തമായ സാഹചര്യത്തിൽ ഇതേപോലെ വാശിയും സംഗതിയും കാണിച്ചിട്ടുള്ള ഒരാൾ തന്നെയായിരിക്കാം ആ ഒരു വ്യക്തിയും. അതേപോലെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വാശി കാണിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും സഹകരണമില്ലായ്മയും പ്രശ്നങ്ങളിലേക്കും ഇത് നയിക്കും. എത്ര പേർക്ക് മനസ്സിലായി സംഗതി എന്താണുള്ളത്, പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്? ഹലോ, ഇതേപോലെ തന്നെയാണ് ഓപ്പോസിറ്റുള്ളത്. രണ്ടുപേരും വാശിയിലേക്ക്, സംഗതിയിലേക്ക് പോകുമ്പോൾ എന്ത് സംഭവിക്കുന്നു? പ്രയാസങ്ങളിലേക്കും ബുദ്ധിമുട്ടുകളിലേക്കും പോകുന്നു. ഇതിന്റെ തുടക്കം എവിടെയാണ്? പാറ്റേൺ ആണ്, ചെറുപ്പത്തിലുള്ള പാറ്റേൺ. ആ ചെറുപ്പത്തിലുള്ള പാറ്റേൺ ബ്രേക്ക് ചെയ്യണം. അതായത് എന്റെ ഈ വാശി എനിക്ക് പാടില്ല, ഞാൻ ബ്രേക്ക് ചെയ്തേ പറ്റൂ, ഞാനത്
കട്ട് ചെയ്തേ പറ്റൂ. എനിക്ക് ഞാൻ എന്റെ ആ ഇൻസെക്യൂരിറ്റി എനിക്ക് ഹീൽ ചെയ്തേ പറ്റൂ. ആ ഹീൽ ചെയ്യുന്നതിലൂടെ മാത്രമാണ് ബ്രേക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ ഓക്കെയാണ്, ഞാൻ എന്നെ സ്നേഹിച്ചേ പറ്റൂ. എന്റെ ഉള്ളിലുള്ള വേദനിച്ചിട്ടുള്ള ഇത്രയും കാലം വേദനിച്ചിട്ടുള്ള ആ കുട്ടി, ആ വിഷമിച്ചിട്ടുള്ള ആ സങ്കടങ്ങളോട് പ്രയാസങ്ങളോട് കടന്നു പോയിട്ടുള്ള കുട്ടിക്ക് ഇത്രയും കാലം സ്നേഹം കിട്ടിയിട്ടില്ല. ഐ നീഡ് ടു ഗിവ് ലവ്. സോ ഫസ്റ്റ് യു ഹാവ് ടു ഹീൽ യുവർ ട്രോമ, ഹീൽ യുവർ പെയിൻ, ഹീൽ യുവർ വൗണ്ട്സ്. അത് ഹീൽ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ഹീലാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ഉള്ളിൽ സ്നേഹം ഉണ്ടാകും. നിങ്ങളുടെ ഉള്ളിൽ സ്നേഹമല്ല ഉള്ളത്, സ്നേഹത്തിന് പകരം ഇൻസെക്യൂരിറ്റി ആണ് ഉള്ളത്. ഇൻസെക്യൂരിറ്റിയും പ്രയാസവും ബുദ്ധിമുട്ടുകളും ഉള്ളത് കൊണ്ട് സ്വാഭാവികമായിട്ട് അത് റിലേഷൻഷിപ്പിലേക്ക് ബാധിക്കുന്നു, നമ്മുടെ പെരുമാറ്റത്തിലേക്ക് കാണുന്നു. ഇത് ദേഷ്യത്തിന്റെ കാര്യം മാത്രമാണോ? അല്ല. വളരെ സെൽഫിഷ്നെസിന്റെ വേറൊരു കാര്യം പറയും. നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയുന്ന സംഗതി ഉള്ളവരുണ്ട്. അതായത് എന്റെ കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുക, എന്റെ സാധനങ്ങൾ തൊടാൻ പാടില്ല, എന്റെ അത് തൊടാൻ പാടില്ല, എന്റെ ഇത് തൊടാൻ പാടില്ല, എനിക്ക് അത് ചെയ്യാൻ പാടില്ല, എല്ലാം എനിക്ക് 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 ചിന്തിക്കുന്ന ആൾക്കാർ, ഗിവിങ് മെന്റാലിറ്റി കുറവുള്ള ആൾക്കാരുണ്ട്. സ്വന്തം കംഫർട്ടിന് പ്രാധാന്യം കൊടുക്കുക, സ്വന്തം സംഗതികൾക്ക് പ്രാധാന്യം കൊടുക്കുക. സ്നേഹം എന്ന് പറയുന്നത് അങ്ങോട്ട് കൊടുക്കുകയാണെങ്കിൽ പോലും എനിക്ക് ഇങ്ങോട്ട് കിട്ടണം എന്നുള്ള രീതിയിലുള്ള കണ്ടീഷൻസ് വെച്ചുകൊണ്ടുള്ള സ്നേഹപ്രകടനം, കണ്ടീഷണൽ ലവ്. അതായത് അങ്ങോട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് കൊടുക്കുന്നത് എന്തിനാണ്? എനിക്ക് ഇങ്ങോട്ട് കിട്ടുകയാണെങ്കിൽ മതി, ഇല്ലെങ്കിൽ വേണ്ട. വേറൊരാളെ മനസ്സിലാക്കി അയാളെ ആത്മാർത്ഥമായിട്ട് നമ്മുടെ സ്നേഹത്തിൽ നിന്ന് സ്നേഹിക്കാൻ കഴിയാതെ എപ്പോഴും നമ്മളുടെ അടുത്തൊരു ലാക്ക്, എനിക്ക് കുറവുണ്ട്, എനിക്ക് ഇങ്ങോട്ട് കിട്ടണം, എനിക്ക് ഇങ്ങോട്ട് കിട്ടണം, എനിക്ക് ഇങ്ങോട്ട് കിട്ടണം, എനിക്ക് ഇങ്ങോട്ട് അതിന് എന്താണ്? എന്റെ അടുത്ത് സ്നേഹമില്ല, എനിക്കാരും തന്നിട്ടില്ല, എനിക്കിപ്പോഴും പണ്ടത്തെ പോലെ തന്നെയാണ്, എനിക്കാരും എന്നെ സ്നേഹിക്കുന്നില്ല എന്നുള്ള ആ അവസ്ഥയിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? എന്നെ ഇങ്ങോട്ട് സ്നേഹിക്കണം, എന്നെ ഇങ്ങോട്ട് സ്നേഹിക്കണം, എന്നെ ഇങ്ങോട്ട് സ്നേഹിക്കണം, എന്നെ ഇങ്ങോട്ട് സ്നേഹിക്കണം, എനിക്ക് ഇങ്ങോട്ട് കിട്ടണം, ഞാൻ അങ്ങോട്ട് കൊടുക്കുകയാണ്. അപ്പൊ എന്തെങ്കിലും അങ്ങോട്ട് പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിൽ തന്നെ അത് ഇങ്ങോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് സെൽഫിഷ് ആയിട്ടുള്ള മാനിപ്പുലേഷൻ എന്ന് അതിന് പറയാം, സ്നേഹം എന്നതിന് പറയാം, മാനിപ്പുലേഷൻ എന്ന് അതിന് പറയാം. അങ്ങോട്ട് നമുക്ക് വേണ്ട കാര്യങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട്, കാര്യങ്ങൾ നടക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് സ്നേഹം പ്രകടിപ്പിക്കുന്ന സംഗതികൾ കൊടുക്കുന്ന സംഗതി. ഇതൊക്കെ ചില ആൾക്കാർ, ഞാനിപ്പോ ഇവിടെ പറയുന്ന സമയത്ത് ചില ആൾക്കാർക്കൊക്കെ തോന്നുന്നുണ്ടാവും ഇത് എന്നെക്കുറിച്ച് തന്നെയാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും, നിങ്ങളെ കുറിച്ചാണ് എന്നുള്ളത്. അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക, ബിക്കോസ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് നിങ്ങളുടെ മാത്രം പ്രശ്നമല്ല, ഈ ലോകത്ത് ഒരുപാട് പേര് ഈ പ്രശ്നം അനുഭവിക്കുന്നുണ്ട്. ഇത് നിങ്ങളുടെ തെറ്റല്ല, നിങ്ങൾ ഇങ്ങനെ ആയിപ്പോയത്. അതാദ്യം മനസ്സിലാക്കുക. യു ഹാവ് ടു അക്സെപ്റ്റ് ദാറ്റ് ഇങ്ങനൊരു ഇഷ്യൂ എനിക്കുണ്ട് എന്നുള്ളത് അക്സെപ്റ്റ് ചെയ്യുക. ഇത് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പെരുമാറുന്ന സമയത്തുള്ള ആ പാറ്റേൺ ഞാൻ നിരീക്ഷിച്ചിട്ട് അത് ബ്രേക്ക് ചെയ്യണം. പ്ലസ് അതിന്റെ കൂടെ എന്ത് ചെയ്യണം? എന്റെ ചൈൽഡ്ഹുഡ് ട്രോമാസ് ഞാൻ ഹീൽ ചെയ്തേ പറ്റൂ. ഹീൽ ചെയ്തിട്ട് എന്താ വെച്ചാൽ എനിക്ക് ഇത് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. ഐ ക്യാൻ ഹീൽ മൈസെൽഫ് ആൻഡ് ഐ ക്യാൻ ഹീൽ മൈ ലൈഫ്. ക്ലിയർ ആണോ പറയുന്നത്? അപ്പൊ ചെറുപ്പത്തിൽ എന്താ വെച്ചാൽ നമുക്ക് ആങ്സൈറ്റി അറ്റാച്ച്മെന്റ്, ചില ആൾക്കാർക്ക് വല്ലാണ്ട് മിസ്സിങ് ഉണ്ടാവാറുണ്ട്. എന്നെ ഇങ്ങോട്ട് സ്നേഹിക്കുന്നില്ല അല്ലെ? ഭയങ്കര ഇൻസെക്യൂരിറ്റി ഉള്ള ആൾക്കാരുണ്ട്. അതായത് സ്നേഹം ഇങ്ങോട്ട് കിട്ടുന്നില്ല, അങ്ങനത്തെ പ്രശ്നമുള്ളവര്. അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോവുക എന്നുള്ള പേടി, ഭയങ്കര ഒരു പേടി, ഒരു ഫിയർ. കിട്ടിയ സ്നേഹം നഷ്ടപ്പെട്ടു പോവോ, അല്ലെങ്കിൽ ആർക്കെങ്കിലും എവിടെയെങ്കിലും സ്നേഹം കിട്ടുമ്പോഴേക്കും ആ ആളിലേക്ക് അങ്ങോട്ട് ഓവറായിട്ട് മിസ്സിങ് ആവും, ഓവറായിട്ട് അറ്റാച്ച്ഡ് ആവും, ഓവറായിട്ട് ഡിപ്പെൻഡ് ആവും. എപ്പോഴെപ്പോഴും ഭർത്താവിനെ വിളിച്ചുകൊണ്ടേയിരിക്കുക, നിങ്ങളിപ്പോ എവിടെയാ? അല്ലെങ്കിൽ സംശയരോഗം. ഇതെന്തുകൊണ്ടാണ്? ചെറുപ്പത്തില് ഈ പറഞ്ഞിരിക്കുന്ന ട്രോമ നല്ല രീതിയിൽ സംഗതികൾ ഉണ്ടായിക്കഴിഞ്ഞാൽ പ്രശ്നമുണ്ടാകും. ഇത് മാത്രമല്ല കേട്ടോ, ജനറ്റിക് ആയിട്ട് ചില ആൾക്കാർക്കും ചില പ്രശ്നങ്ങളുണ്ട്. പക്ഷെ ഈ ജനറ്റിക്സിനെ വരെ നമ്മൾ ഹീൽ ചെയ്യുന്നതിലൂടെ നമ്മളുടെ ജീനിന്റെ ഘടന വരെ ചേഞ്ച് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. വി ക്യാൻ കൺട്രോൾ അവർ ബിഹേവിയർ. നമ്മുടെ പാറ്റേൺസ് ബ്രേക്ക് ചെയ്ത് ഡിസിപ്ലിൻ ആയിട്ട് കാര്യങ്ങൾ വർക്ക് ചെയ്തിട്ട് നമുക്ക് ഇംപ്രൂവ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. ചില ആൾക്കാരുടെ പ്രശ്നം ആങ്സൈറ്റി അറ്റാച്ച്മെന്റ് ആണ്. ആങ്സൈറ്റി അറ്റാച്ച്മെന്റിന്റെ പ്രത്യേകത എന്താണ്? ആങ്സൈറ്റി അറ്റാച്ച്മെന്റ് റിലേഷൻഷിപ്പ് ഉള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രശ്നം എന്ന് പറയുന്നത്, അവർക്ക് എപ്പോഴും പൊതുവെ സ്ത്രീകളിൽ കാണുന്ന ഒരു സംഗതിയാണെന്ന് വെച്ചാൽ അവർ കൂടുതലായിട്ട് എന്താ വെച്ചാൽ വറീഡ് ആയിക്കൊണ്ടിരിക്കും. എന്നോട് സ്നേഹമില്ല, എന്നെ സ്നേഹിക്കില്ല, എന്നെ വിളിക്കുന്നില്ല. സ്വാഭാവികമായിട്ട് അങ്ങനെ സംഗതി. വേറൊരു സംഗതി ഉണ്ട്, ആങ്സൈറ്റി അറ്റാച്ച്മെന്റ് എന്ന് പറയുന്ന പോലെ തന്നെ അവോയ്ഡൻസ് അറ്റാച്ച്മെന്റ്. നഷ്ടപ്പെടുന്ന ഒരു ചിന്തയില്ല അവർക്ക്. എന്താണെന്ന് വെച്ചാൽ അറ്റാച്ച്മെന്റ് സ്റ്റൈൽ ഉണ്ട് റിലേഷൻഷിപ്പിൽ. ഒരു ചിന്തയും ഇല്ലാത്ത ആൾക്കാരാണ്. അവർക്കൊന്നും ഒരു പേടിയില്ല, അവർക്ക് അറിയില്ല. കാരണം അവരുടെ ലോകത്താണ്, അവരുടെ സെൽഫിഷ് ആണ്, മറ്റേയാളെ കുറിച്ച് ചിന്തിക്കുന്നില്ല. അത് എന്താണ് ചിന്തിക്കുന്നത്? എനിക്ക് ഇങ്ങോട്ട് സ്നേഹം കിട്ടണം എന്നുള്ള സംഗതിയല്ല, ഞാൻ എന്റെ ലോകത്താണ്, എനിക്ക് ആവശ്യമുള്ള സമയത്ത്
ഞാൻ സ്നേഹത്തിന് വേണ്ടിയിട്ട് പോകും. ക്ലിയർ ആണോ? ഇങ്ങനെയുള്ള ചില ആൾക്കാരുണ്ട്. നിങ്ങൾ ഇതിൽ ഏതാണ്? ഭയങ്കരമായിട്ട് സ്നേഹം വേണം വേണം എന്ന് പറഞ്ഞ് വല്ലാണ്ട് അറ്റാച്ച്ഡ് ആയിട്ട് അയാളെ തന്നെ 100% എല്ലാ കാര്യത്തിനും അയാളിൽ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുക. അയാളുടെ പിന്നാലെ അയാൾക്ക് ഒരു സ്വസ്ഥത കൊടുക്കാതെ, പ്രൈവസി കൊടുക്കാതെ, അയാളുടെ കാര്യങ്ങൾക്കോ അയാളുടെ സുഹൃത്തുക്കളുടെ അടുത്തേക്ക് പോകാനോ അത് ഭർത്താവാൻ ഭാര്യയാവാം. ഓവറായിട്ട് പ്രൊട്ടക്റ്റീവ് ആയിട്ട് എനിക്ക് നഷ്ടപ്പെടുമോ എന്നുള്ള പേടി, ആങ്സൈറ്റി അറ്റാച്ച്മെന്റ്. മറ്റേതെന്ന് പറയുന്ന അവോയ്ഡൻസ് അറ്റാച്ച്മെന്റ്. അവോയ്ഡൻസ് അറ്റാച്ച്മെന്റ് എന്ന് വെച്ചാൽ ആങ്സൈറ്റി തീരെ ഇല്ലാത്ത അവസ്ഥ. സ്വന്തം ലോകത്ത് ജീവിക്കുക. എന്നിട്ട് എപ്പോഴെങ്കിലും അവനവന്റെ ആഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ട്, ഒരു തരം നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ആണത്. അവനവന്റെ ആഗ്രഹങ്ങൾക്ക് വേണ്ടിയോ സംഗതികൾക്ക് വേണ്ടിയിട്ട് മാത്രം ആ വ്യക്തിക്ക് എന്ത് ചെയ്യുക, സ്നേഹം കൊടുക്കുക, കാര്യങ്ങൾ ചെയ്യും. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ചില ആൾക്കാർ എന്താ വെച്ചാൽ പോയ വഴിക്കാണ്. ചില പുരുഷന്മാരുണ്ടെന്ന് വെച്ചാൽ പിന്നെ ഒരു വിളിയില്ല, കോളും ഇല്ല, സംസാരിക്കില്ല. എന്താ കാരണം? അവോയ്ഡൻസ് അറ്റാച്ച്മെന്റ്. അപ്പോ അവിടെ എന്താ വെച്ചാല്, അല്ലെങ്കിൽ ചില സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഇതേപോലെ പ്രശ്നങ്ങളുണ്ട്. അപ്പൊ ഈ പ്രശ്നങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം എന്ത് ചെയ്യാൻ, ഇത് ഡീൽ ചെയ്യാൻ. ഇതിങ്ങനെ ഉണ്ട് എന്നുള്ളത്, അപ്പൊ ഇതൊരു പാറ്റേൺ ആണ്, എനിക്ക് ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട് എന്നത്, ഞാൻ ഇങ്ങനെയാണ്. അപ്പൊ നിങ്ങൾ എങ്ങനെയാണെന്ന് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. ക്ലിയർ ആണോ? നിങ്ങൾ എങ്ങനെയാണ്? ആങ്സൈറ്റി ഉള്ള ആളാണെങ്കിൽ, അപ്പൊ ഓവർ ആങ്സൈറ്റി ഉണ്ടെങ്കിൽ ആ ആങ്സൈറ്റി എന്ത് ചെയ്യണം? അത് എവിടുന്ന് വരുന്നതാണ്? നമ്മളുടെ ട്രോമയിൽ നിന്ന് വരുന്നതാണ്. അത് മറ്റേ ആൾക്ക് ബുദ്ധിമുട്ടാണ്. അപ്പൊ നമ്മുടെ ആങ്സൈറ്റി നമ്മൾ കൺട്രോൾ ചെയ്യണം. ഇതിനിടയിൽ എന്താണ് ട്രസ്റ്റ് എന്ന് പറയുന്ന സംഗതി. ഈ ട്രസ്റ്റ് എന്ന് പറയുന്ന മറ്റേ ആള് എന്നെ വിട്ടു പോകൂല എന്നുള്ള ട്രസ്റ്റും, എന്നാൽ ബട്ട് അറ്റ് ദ സെയിം ടൈം ഒരു കോൺസ്റ്റന്റ് കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും. ഹെൽത്തി ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവണം, ബന്ധം ഉണ്ടാവണം, ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവണം, അറ്റാച്ച്മെന്റ് ഉണ്ടാവണം, സ്പേസ് ഉണ്ടാവണം, പരസ്പരം ആ കണക്റ്റഡ് ആയിട്ട് നിൽക്കണം. എന്നാൽ മറ്റൊരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ, ആങ്സൈറ്റി അറ്റാച്ച്മെന്റ്, അവോയ്ഡൻസ് അറ്റാച്ച്മെന്റ് എന്ന് പറഞ്ഞാൽ പോയ വഴിക്കാണ്. തീരെ കെയർ ചെയ്യുന്നില്ല, തീരെ അന്വേഷിക്കുന്നില്ല, കാര്യങ്ങൾ അന്വേഷിക്കില്ല. അവനവൻ എന്താണ് വേണ്ടത്? അവനവന് പൈസ വേണം. പൈസ വേണ സമയത്ത് ഓക്കെ, അങ്ങോട്ട് ചെന്നിട്ട് കാര്യങ്ങൾ ചോദിക്കുക. എനിക്ക് ഇന്ന ഡ്രസ്സ് വേണം, ആ സമയത്ത് ചെന്ന് ചോദിക്കുക. എനിക്ക് ഇന്ന കാര്യങ്ങൾ വേണം, അതല്ലെങ്കിൽ സെക്സ് വേണം, റൊമാൻസ് വേണം. നമുക്ക് എപ്പോഴാണ് മിസ്സിംഗ് ഉണ്ടാവുന്നത്, നമുക്ക് എപ്പോഴാണ് ആ നീഡ് വരുന്നത്, നമുക്ക് എപ്പോഴാണ് നമ്മുടെ ബോഡിയിൽ ചേഞ്ച് സംഭവിക്കുന്നത്, ആ സമയത്ത് നമ്മൾ അങ്ങോട്ട് ചെല്ലുക. എന്നിട്ട് എന്ത് ചെയ്യുക, കെയർ ചെയ്യുക സംഗതികൾ. സോ ദാറ്റ് ഈസ് നോട്ട് റൈറ്റ്. അതിന് പകരം എന്താ വെച്ചാൽ, രണ്ടുപേർക്കും നീഡ്സ് ഉണ്ടാകും, രണ്ടുപേരുടെയും ആ ഒരു പ്രസൻസും കമ്മ്യൂണിക്കേഷനും അതിന്റെ ഇടയിൽ നടക്കണം. അതിനെ പറയുന്ന പേരാണ് എഫേർട്ട്. റിലേഷൻഷിപ്പ് വർക്ക്ഔട്ട് ആവണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? എഫേർട്ട് എടുത്തേ പറ്റും. കാരണം നമ്മൾ എന്ന് പറയുന്ന എഫേർട്ട് എടുക്കാതെ, രണ്ടുപേർ കല്യാണം കഴിച്ചിട്ട് രണ്ടുപേർ തമ്മിൽ ബന്ധങ്ങളോ സംഗതികൾ ഉണ്ടായി കഴിഞ്ഞാൽ അവർ എഫേർട്ട് ഇടാതെ ഒരിക്കലും എന്ത് ചെയ്യാൻ കഴിയില്ല, മുന്നോട്ട് പോകാൻ കഴിയില്ല. ഈ എഫേർട്ട് ഇടാന്ന് പറയുന്നത് നമ്മളെന്ന് വെച്ചാൽ കമ്മ്യൂണിക്കേഷൻ ആണ്. ഒന്ന്, കീപ് അപ്പ് ദ കമ്മ്യൂണിക്കേഷൻ, കോൾ ആൻഡ് മെയിൻറ്റെയിൻ ദ കമ്മ്യൂണിക്കേഷൻ. യു നീഡ് ടു പുട്ട് എഫേർട്ട് ടു കറക്റ്റ് യുവർസെൽഫ്. ഇതൊക്കെ പൊതുവെ എല്ലാവരും ചെയ്യേണ്ട കുറച്ച് പ്രശ്നങ്ങളാണ് ഞാൻ പറയുന്നത്. എന്നാൽ ഈ പ്രശ്നങ്ങൾ കൊണ്ടൊന്നും തീരുന്നില്ല നമ്മുടെ വിഷയങ്ങൾ. ചില ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം, ചില ആൾക്കാർക്ക് നല്ല സ്പാർക്ക് വേണം. ആ പഴയ സ്പാർക്ക് ഒന്നുമില്ല, റൊമാൻസ് ഒന്നുമില്ല. ശരിയാണ് പറയുന്നത്. ചില ആൾക്കാർക്ക് എന്ന് വെച്ചാൽ പഴയ ആ ഒരു സ്പാർക്കോ റൊമാൻസോ സംഗതി എന്തില്ല, റിലേഷൻഷിപ്പിലില്ല. റിലേഷൻഷിപ്പില് എത്ര നിങ്ങൾക്ക് സ്പാർക്ക് എന്ന് പറയുന്ന ഒരു സംഗതിക്ക് പകരം വൈബ് എന്ന് പറയുന്ന ഒരു സംഗതി, ആ ഒരു വൈബ് നമ്മളുടെ അതേ ടൈപ്പ് ആളാണ്, വൈബുള്ള ആളാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, നമുക്ക് തുടക്കത്തിൽ അടിക്കുന്ന സ്പാർക്ക് എന്ന് പറയുന്നത് ഏതൊരു കാര്യത്തോടും ഉണ്ടാകുന്ന ഒരു ഡോപ്പമിൻ എഫക്റ്റ് ആണ്. പുതിയൊരു കാര്യം നമ്മളുടെ ലൈഫിലേക്ക്, പുതിയൊരു വ്യക്തിയാവാം, പുതിയൊരു കാര്യമാവാം, നമ്മുടെ ലൈഫിലേക്ക് വരുമ്പോൾ അതിനോട് നമുക്ക് എന്താ വെച്ചാൽ ഒരു താല്പര്യം ഉണ്ടാകും. ആ താല്പര്യത്തിന്റെ എഫക്റ്റ് ആണെന്ന് വെച്ചാൽ ഡോപ്പമിൻ എഫക്റ്റ് എന്ന് പറയും. ഈ ഡോപ്പമിൻ എഫക്റ്റ് എന്ന് പറയുന്ന ഒരു ഹോർമോണാണ്. ആ ഹോർമോണൽ എഫക്റ്റ് എന്ത് ഉണ്ടാവും? പുതിയൊരു ഐഫോൺ നിങ്ങളുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല സന്തോഷം ഉണ്ടാവും. കുറച്ചു കാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനോടൊരു താല്പര്യം കുറയും. എന്നതുപോലെ തന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ജീവിത പങ്കാളിയായിട്ട്, നിങ്ങളുടെ പുതിയ പാർട്ണറായിട്ട് ഉപയോഗിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരു എക്സൈറ്റ്മെന്റും സംഗതികളും ഒരു സ്റ്റേജ് ഉണ്ടാവും തുടക്കത്തിൽ. ഇതിനെക്കുറിച്ച് ഡെപ്തിൽ നമുക്ക് നമ്മുടെ കോഴ്സിൽ പറയുന്നുണ്ട്. നിങ്ങൾ അതിലേക്ക് വരിക എന്നാണ് എനിക്ക് അതിൽ പറയാനുള്ളത്. കാരണം കൂടുതൽ സംസാരിക്കാൻ വയ്യ ആ വിഷയത്തിൽ. അപ്പൊ ഡോപ്പമീൻ എഫക്റ്റ് ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കുറച്ച് കഴിഞ്ഞാൽ ഇല്ലാണ്ടാവും, അത് കുറയും. അത് കുറയുമ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യം വെച്ചാൽ, ഡോപ്പമീൻ ഉണ്ടാകുന്ന സമയത്തുള്ള ഒരു ബെനിഫിറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് നമ്മുടെ പ്ലസ് പോയിന്റ്സുകൾ മാത്രമേ കാണാൻ പറ്റുള്ള വ്യക്തിയുടെ.
ഡോപ്പമിൻ എഫക്ട് കുറയുന്ന സമയത്ത് അദ്ദേഹത്തിന് നെഗറ്റിവിറ്റിയും കൂടി കാണാൻ തുടങ്ങും. അങ്ങനെ നെഗറ്റീവ്സും കൂടി കാണാൻ തുടങ്ങുമ്പോൾ പ്രശ്നങ്ങൾ സ്റ്റാർട്ട്. പക്ഷെ ഇതിനൊക്കെ അപ്പുറത്തേക്ക് കോർ വാല്യൂസ് തമ്മിൽ നല്ല മാച്ചിങ് ഉണ്ട് എങ്കിൽ, കോർ വാല്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിസ്ഥാനപരമായിട്ട് ഓരോ വ്യക്തികൾക്കും ചില വാല്യൂസ് ഉണ്ടാവും. അത് വരുന്നത് ഇതേപോലെ ചെറുപ്പത്തിൽ അനുഭവിക്കുന്ന ട്രോമകളിൽ നിന്നും എക്സ്പീരിയൻസിൽ നിന്നും ഉണ്ടാവുന്നതാണ്. കോർ വാല്യൂസ് എന്ന് പറയുന്നത് അതേപോലെ കോർ വാല്യൂസ്, കോർ ഇൻട്രസ്റ്റ്. കോർ വാല്യൂസ് അതിനെ ബേസ് ചെയ്തിട്ട് കോർ ഇൻട്രസ്റ്റ് ഉണ്ടാവും. നമ്മുടെ താല്പര്യങ്ങൾ സിമിലർ ആവുക, ഗോൾസ് സിമിലർ ആവുക, ഡിസയേഴ്സ് സിമിലർ ആവുക, നമ്മുടെ ഇഷ്ടങ്ങൾ സിമിലർ ആവുക, ഗോൾസ് സിമിലർ ആവുക. പ്രത്യേകിച്ച് വാല്യൂസ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഈ കോർ വാല്യൂസ് ഉണ്ടാകുന്നത് അവനവൻ അനുഭവിക്കുന്ന ട്രോമകളിൽ നിന്നാണ്. കോർ വാല്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും അടിസ്ഥാനപരമായി, ഇപ്പൊ ചില ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം നല്ല വൃത്തി വേണം എന്നുള്ളതായിരിക്കും, ഭയങ്കര വൃത്തിയുള്ള ഒരാളെ. പക്ഷെ ഓപ്പോസിറ്റ് സെക്സിലുള്ള ആളായിരിക്കില്ല, അയാൾക്ക് ആ കോർ വാല്യൂ ഉണ്ടാവില്ല, വൃത്തി അത്രയൊക്കെ മതി എന്ന ചിന്താഗതി ഉള്ള ആൾക്കാരുണ്ട്. ഇവർ രണ്ടുപേരും തമ്മിൽ പ്രശ്നം ഉണ്ടാവുമോ? എന്നും നമ്മൾ ഭയങ്കര സഫക്കേഷൻ, ബുദ്ധിമുട്ടുണ്ടാവുമോ? ഉണ്ടാകുമോ ഇല്ലയോ? യെസ് ഓർ നോ? ജസ്റ്റ് കമന്റ് ഡൗൺ. പ്രശ്നങ്ങൾ ഉണ്ടാവുമോ? യെസ് ഓർ നോ? ഉണ്ടാകും. എന്താ കാരണം എന്ന് വെച്ചാൽ വ്യത്യസ്തമായ ഒരാൾക്ക് അതിന് വലിയ പ്രാധാന്യമില്ല. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ നമ്മുടെ ഓപ്പോസിറ്റിലുള്ള ആളുടെ കോർ വാല്യൂ റെസ്പെക്ട് ചെയ്യലും ഭയങ്കര ഇമ്പോർട്ടൻ്റ്. അതാണ് റെസ്പെക്ട് എന്ന് പറയുന്നത്. റെസ്പെക്ട് എന്ന് പറയുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം കോർ വാല്യൂസിനെ റെസ്പെക്ട് ചെയ്യുക എന്നുള്ളതാണ്. കോർ വാല്യൂസിനെ റെസ്പെക്ട് ചെയ്യും. ഓപ്പോസിറ്റ് ഉള്ള ആളുടെ കോർ വാല്യൂസിന് വേണ്ടിയിട്ട് നമ്മൾക്ക് അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എന്താണ്, വി ഹാവ് ടു ഡെവലപ്പ് എ ന്യൂ സ്കിൽ സെറ്റ്. നമ്മളെ ചേഞ്ച് ചെയ്യല്ല, ആ കോർ വാല്യൂ മനസ്സിലാവുന്നുണ്ട്. ആ കോർ വാല്യൂ അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ പുതിയൊരു ഹാബിറ്റ് ഡെവലപ്പ് ചെയ്തെടുക്കണം. നമ്മളെ ചേഞ്ച് ചെയ്ത്, അതിനാണ് പറയാ എഫോർട്ട്. നേരത്തെ പറഞ്ഞ സാധനം, എഫോർട്ട് ഇട്ടേ പറ്റൂ, പണിയെടുത്തേ പറ്റൂ. ബിസിനസ് ബിൽഡ് ചെയ്യുന്നത് ഈസിയാണോ? പണം ഉണ്ടാക്കുന്നത് ഈസിയാണോ? അതേപോലെ തന്നെയാണ് ഈസി അല്ലാത്തൊരു കാര്യമാണ് റിലേഷൻഷിപ്പിൽ നമ്മളെ ചേഞ്ച്, നമ്മൾ ഡെവലപ്പ് ചെയ്യുക, നമ്മൾ ഇമ്പ്രൂവ് ചെയ്യുക, പുതിയൊരു സ്കില്ല് ഡെവലപ്പ്. നമ്മളെ ചേഞ്ച് ചെയ്യല്ല, വി ആർ ഡെവലപ്പിംഗ് ദം. അല്ലാതെ ഞാൻ ഇങ്ങനെയാണ്, എന്നെ ഇങ്ങനെ അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്തോ, ഞാൻ ഈ രൂപത്തിലാണ്, എനിക്ക് വൃത്തിയില്ല, ഞാൻ ഈ രൂപത്തിലാണ്. അല്ല, നമ്മൾ ഈ വൃത്തി കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഗുണമല്ലേ ഉള്ളൂ. എന്നാൽ അതേ സമയത്ത് തന്നെ മറ്റേ ആൾ എന്ത് ചെയ്യാൻ ശ്രദ്ധിക്കണം, ഓവറായിട്ട് വൃത്തിയുടെ കാര്യത്തിലേക്ക് പോയിട്ട് OCD എന്ന് പറയുന്ന ഒരു സംഘാവസ്ഥയുണ്ട്. ഇതും ട്രോമയിൽ നിന്നുണ്ടാകുന്നതാണ് OCD എന്ന് പറയുന്നത്. OCD ഒബ്സസീവ്, അത് ജനറ്റിക് ആയിട്ട് ചിലർക്ക് ലഭിക്കും. OCD എന്ന് പറയുന്ന സിറ്റുവേഷനിലേക്ക് പോയി കഴിഞ്ഞാൽ റിലേഷൻഷിപ്പ് പെർഫെക്ഷനിസം, ഭയങ്കര പെർഫെക്ഷനിസം, ഓവർ പെർഫെക്ഷനിസം, അത് മറ്റേ ആളുടെ ലൈഫും ബുദ്ധിമുട്ടിലാക്കും. കാരണം അയാളുടെ വാല്യൂസ് ഇത്ര ഇല്ല, അയാൾ പരമാവധി ശ്രമിക്കുന്നുണ്ട്, അയാളെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുക എന്നതിലേക്ക് എത്താൻ പാടുള്ളൂ. അതിനൊരു മിതത്വം പാലിക്കണം. മനസ്സിലാവുന്നുണ്ടോ? അതിനൊരു മിതത്വം പാലിക്കണം. അപ്പോൾ സ്വയം വർക്ക് ചെയ്യേണ്ടതാണ്. കാരണം ഇത് ഇയാളുടെ ട്രോമ കൊണ്ടാണ് ഈ രൂപത്തിലേക്ക് OCDയിലേക്ക് പോകുന്നത്, ഓവർ വൃത്തിയുടെ കാര്യത്തിലേക്കും സംഗതിയിലേക്കും. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെച്ചാൽ ഹെൽത്തി ആയിട്ടുള്ള ഒരു ക്വാളിറ്റി ലിവിങ് കൊണ്ടുവരിക, അതാണ് നമ്മുടെ കോമൺ ഗോൾ. ഒരു ഫാമിലിയിൽ എന്ന് വെച്ചാൽ ഹെൽത്തി ആയിട്ടുള്ള, ഹാപ്പി ആയിട്ടുള്ള ഒരു ക്വാളിറ്റി സ്റ്റാൻഡേർഡ് ലിവിങ് എന്ത് ചെയ്യണം, നമ്മൾ ബിൽഡ് ചെയ്ത് കൊണ്ടുവരണം. ഒരു ഹൈ വാല്യൂ ലിവിങ് ബിൽഡ് ചെയ്ത് കൊണ്ടുവരണം. നല്ല വിദ്യാഭ്യാസം, നല്ല വസ്ത്രം ധരിക്കാം, നല്ല ഭക്ഷണം കഴിക്കാം, അതൊക്കെ മതി എന്നുള്ളൊരു സംഗതിയാണ്. ഫാമിലിയിലേക്ക് വരുമ്പോൾ നല്ല ഭക്ഷണം കഴിക്കുക, നല്ല വീട്ടിൽ താമസിക്കാൻ പറ്റുക, നല്ല വൃത്തിയുള്ള വീടായിരിക്കുക, നല്ല വൃത്തിയുള്ള എന്താ വെച്ചാൽ റൂമാക്കി വെക്കുക. അപ്പൊ നമുക്ക് അതിൽ പോരായ്മകൾ, ഇപ്പൊ ചില ആൾക്കാരുടെ ഡ്രസ്സ് ഉണ്ടെന്ന് വെച്ചാൽ ഡ്രസ്സ് അയച്ചിട്ട് അങ്ങോട്ട് ഇടും. അപ്പൊ അത് നമ്മളെന്ന് വെച്ചാൽ നമ്മുടെ അതെല്ലാം ആളുടെ, അങ്ങനെയുള്ള എല്ലാത്തിനും നമ്മുടെ എല്ലാ കാര്യങ്ങളും, ഇപ്പൊ ഒരു ഫോർ എക്സാമ്പിൾ ഒരു വീട്ടിലെന്ന് വെച്ചാൽ എല്ലാ കാര്യങ്ങളും, എന്റെ ഭാര്യ വീട്ടിലുള്ള എല്ലാ കാര്യങ്ങളും എന്റെ ഭാര്യ ചെയ്യണം, അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും അവരത് അങ്ങനെ ചെയ്തോണം, ഇങ്ങനെ ചെയ്തോണം, ഈ രൂപത്തിൽ ചെയ്തോണം, എനിക്ക് അതിലൊന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ എല്ലാ ജോലികളും, കൂടുതൽ ജോലി ഭാരം അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവർക്ക് അസുഖങ്ങൾ വരും. അവരെ പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് നമ്മൾ അധ്വാനിച്ചുണ്ടാക്കുന്ന ക്യാഷ് ചിലപ്പോൾ അവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, കാരണം അവരുടെ സ്ട്രെസ് അത്രയും കൂടിയിട്ടുണ്ടാവും. ഒരു കാര്യം മനസ്സിലാക്കുക, കാലം മാറിയിട്ടുണ്ട്. നമ്മുടെ ഭാഗത്ത് നിന്ന് ഇടാൻ പറ്റുന്ന എഫേർട്ടുകൾ ഇട്ടിട്ട്
എല്ലാവരുടെയും ലൈഫ് എളുപ്പമാക്കുക എന്നുള്ളത്. ഓവർ കൺട്രോളിങ് ഒഴിവാക്കുക. ഓവറായിട്ട് നമ്മൾ എല്ലാ ജോലികളും സംഗതികളും സ്ട്രെസ്സും അവരിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ റിലാക്സ് ചെയ്തിട്ട് ഇങ്ങനെ അങ്ങനത്തെ ഒരു ലൈഫ് ക്രിയേറ്റ് ചെയ്യരുത്. അങ്ങനെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വാട്ട് ഹാപ്പൻസ് ഇസ് ലൈക്ക് അത് ഇന്നല്ലെങ്കിൽ നാളെ അയാൾക്ക് അസുഖങ്ങളായി മാറും. ആ അസുഖങ്ങളായി മാറുമ്പോൾ ആ ആളെ താങ്ങേണ്ടത് പിന്നെ നമ്മളാവും. ക്ലിയർ ആണോ പറയുന്നത്? സോ നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഒരു ഹെൽത്തി ആയിട്ടുള്ള രീതിയിലേക്ക് എന്ത് ചെയ്യണം, ഇതിനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുപോകണം. ഹെൽത്തി ആയിട്ടുള്ള രീതിയിലേക്ക് ഇതിനെ കൊണ്ടുപോകണം. അപ്പൊ ഹെൽത്തി ആയിട്ടുള്ള രീതിയിലേക്ക് കൊണ്ടുപോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരസ്പരം അറിഞ്ഞ് സഹകരിച്ച് സപ്പോർട്ട് ചെയ്തിരുന്നു. നമ്മുടെ എല്ലാ കാര്യങ്ങളും എളുപ്പമാണ്. അത് നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡറാണ്. നമുക്ക് എല്ലാ സുഖങ്ങളും വേണം. ഞാൻ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഞാൻ ഫാമിലിയിലേക്ക് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ ചില റെസ്പോൺസിബിലിറ്റീസ് നമ്മൾ ഏറ്റെടുക്കാതിരിക്കുക, കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. ചില ആൾക്കാരുണ്ട് എന്താ വെച്ചാൽ അല്ലെ, പുറത്തേക്ക് പോകുന്ന സമയത്ത് വളരെ നല്ല രീതിയിൽ പെരുമാറുക, വീട്ടിലെത്തിക്കഴിഞ്ഞാൽ വളരെ മോശം പെരുമാറ്റം, കൺട്രോളിങ് സംഗതികൾ. അതും ഒരു മോശം ട്രൈറ്റാണ്, മോശം സ്വഭാവമാണ്. നമ്മൾ അറിയാതെ മറ്റൊരാളെ നമ്മൾ ഉപദ്രവിക്കുന്നുണ്ടോ? നമ്മളോട് ചോദിക്കേണ്ട ചോദ്യം എന്താണ്? ഞാൻ എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത്? ഞാൻ വേറൊരാളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടോ? എൻ്റെ കൂടെയുള്ള ആളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടോ? അതോ ഹെൽപ്പ് ചെയ്യാണോ ചെയ്യുന്നത്? അവരുടെ ആഗ്രഹങ്ങൾ സാധിക്കാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ? അവർ ഹാപ്പി ആണോ? അതോ ഞാൻ സെൽഫിഷ് ആണോ? Am I doing something to make their life easier? ഈ ചോദ്യമാണ് ചോദിക്കേണ്ടത്. ഞാൻ വല്ലാണ്ട് വഴക്ക് കൂടുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഐ ഹാവ് ടു ഗോ ആൻഡ് ഹീൽ മൈസെൽഫ്. ഇതിൻ്റെയൊക്കെ പ്രശ്നം കിടക്കുന്നത് ഒരു കാര്യം മനസ്സിലാക്കുക. ഞാനിപ്പോൾ ഈ പറഞ്ഞ ബിഹേവിയറും പെരുമാറ്റവും സംഗതികളും ഇതൊക്കെ ചില ആൾക്കാരുടെ അടുത്ത് നിന്ന് പുറത്തേക്ക് വരുന്നത് നിങ്ങൾക്ക് ട്രോമ ഉള്ളത് കൊണ്ടാണ്. ഇതെല്ലാത്തിനെയും കൺട്രോൾ ചെയ്യുന്ന ട്രോമയാണ്. അപ്പൊ ആ ട്രോമയെ നമ്മൾ ഹീൽ ചെയ്തേ പറ്റൂ. വി ഹാവ് ടു ഹീൽ. അത് ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ശ്രമിക്കണം. ഈ ഒരു അവയർനെസ് ക്ലിയർ ആണോ? ഹലോ, ഈ ഒരു അവയർനെസ് മനസ്സിലായോ? ഇതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലായോ? എവിടെയാണ് നമ്മൾ പരിഹരിക്കേണ്ടത്, നമ്മളിലാണ് വർക്ക് ചെയ്യേണ്ടത് എന്നുള്ളതിന്റെ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലായില്ലേ? ഇത് നമ്മൾ പണ്ട് പറയുന്ന പോലുള്ള ഒരു രീതിയിലല്ല ഞാൻ ഇത് പറഞ്ഞു തരുന്നു. നമ്മളെ കറക്റ്റ് ചെയ്യണം എന്ന് പണ്ട് നമ്മൾ നന്നാവുമ്പോഴാണ് റെഡി ആവുക എന്ന് പറയുന്നത് ജസ്റ്റ് വെറുതെ ഒരു ഡയലോഗ് അല്ല. ബിക്കോസ് നമ്മൾ നന്നാവണം, നമുക്ക് ആ വിഷമവും പരാതി ഉണ്ട് എങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ നമ്മൾ നന്നായാൽ മാത്രമേ, നമ്മുടെ എനർജി ചേഞ്ച് ചെയ്താൽ മാത്രമേ നമ്മുടെ പരാതികൾ തീരുള്ളൂ. നമ്മുടെ പരാതികൾ തീരുന്നിടത്ത് നമുക്ക് എനർജി ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും മറ്റേ ആളും ചേഞ്ച് ആവേണ്ടതുണ്ട്. ആ ആള് ചേഞ്ച് ചെയ്യാനുള്ള ഒരു ശക്തി നമുക്ക്. ഇനി ചില കേസിൽ ഇതൊക്കെ സഹിച്ച് നമ്മളെ ചേഞ്ച് ചെയ്ത് മറ്റൊരാളുടെ കൂടെ ജീവിച്ചിട്ട് അയാൾ തീരെ ചേഞ്ച് ചെയ്യാൻ തയ്യാറല്ല, കാര്യങ്ങൾ നടക്കാൻ തയ്യാറല്ല, നമ്മൾ എക്സോസ്റ്റഡ് ആയി പോവാണ്, ബേൺ ഔട്ട് ആയി പോവാണ്. നമ്മൾ നമ്മുടെ പരമാവധി ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ ഒരു മാജിക്കൽ പവർ ഉണ്ട്. നേരത്തെ പറഞ്ഞ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത്. നമ്മളെ ചേഞ്ച് ചെയ്യുന്നതിലൂടെ തന്നെ ഒരു പരിധി പ്രശ്നങ്ങൾ തീരും. 50%, 70% ഇഷ്യൂസ് ചിലപ്പം ഇല്ലാണ്ടാവും. നിങ്ങൾക്ക് ഓക്കെ ആകും. കാരണം ആ ആളും അതേ ഡിഗ്രിക്ക് അനുസരിച്ച് ചേഞ്ച് ആകാൻ തുടങ്ങും. കാരണം നമ്മളുടെ ഭാഗത്ത് നിന്ന് റെസിസ്റ്റൻസും പ്രശ്നങ്ങളും പല പ്രയാസങ്ങളും നമ്മൾ പ്രതിഷേധങ്ങളും ഉണ്ടാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ വ്യക്തിയുടെ അടുത്തും ചേഞ്ച് ആവാനുള്ള താല്പര്യം കുറയുകയും റെസിസ്റ്റൻസും പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും കൂടുതലായിട്ടുണ്ടാകും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്ന് വെച്ചാൽ നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ഒരാളാണ് എങ്കിൽ നമ്മൾ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന സമയത്ത്, നമ്മൾ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ ചേഞ്ചും സംഗതികളൊക്കെ കണ്ടിട്ട് സന്തോഷിച്ചിട്ട് കൂടുതൽ നമ്മളെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന, കൂടുതൽ നമ്മളെ മിസ്യൂസ് ചെയ്യുന്ന, കൂടുതൽ നമ്മളെ യൂസ് ചെയ്യുന്ന, എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന ഒരു ബിഹേവിയർ ഉണ്ടാവും ചില ആൾക്കാർക്ക്. അവരെ ഹെൽപ്പ് ചെയ്യാൻ കഴിയില്ല. അങ്ങനെയുള്ളതാണെന്നുണ്ടെങ്കിൽ അവിടെ അത് വേറെ കേസാണ്. അതല്ല ഞാൻ പറയുന്നത്. മറിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളിൽ വർക്ക് ചെയ്ത് തുടങ്ങുക. യു ജസ്റ്റ് വർക്ക് ഓൺ യുവർ സെൽഫ്. യു ബിക്കം സ്ട്രോങ്. മനസ്സിലാവുന്നുണ്ടോ? വെരി ഗുഡ് അംപ്ലി, താങ്ക് യു സോ മച്ച് ഫോർ ഷെയറിങ്. അപ്പൊ നമ്മളുടെ ലൈഫിൽ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ വി ഹാവ് ടു, നമ്മളുടെ ഹീലിംഗ് കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യം നമ്മുടെ റിലേഷൻഷിപ്പ് ഒറ്റയടിക്ക് നന്നാവുക എന്നുള്ളതല്ല. നമ്മൾ ഹീലിംഗ് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യം നമ്മുടെ സ്ട്രെങ്ത് വർദ്ധിക്കും. അപ്പൊ നമ്മളെ ചൂഷണം ചെയ്യുന്നുണ്ട് എങ്കിൽ അത് തിരിച്ചറിയാനുള്ള കഴിവ് നമുക്കുണ്ടാവും. അതിനോട് നോ പറയാനുള്ള കഴിവുണ്ടാവും.
അതിനോട് വളരെ നല്ല രീതിയിൽ പ്രതികരിക്കാനുള്ള കഴിവ് നമുക്കുണ്ടാവും. അതിനെ നല്ല രീതിയിലേക്ക് എന്താ വെച്ചാൽ പ്രൊട്ടക്ട് ചെയ്യാൻ, നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള ബൗണ്ടറി സെറ്റ് ചെയ്യാനുള്ള കഴിവ് നമുക്കുണ്ടാവും. നമ്മൾ ഹീൽ ചെയ്യുന്നതിന്റെ അടയാളം എന്താണെന്ന് അറിയും. മറ്റുള്ളവർ നമ്മളെ ചൂഷണം ചെയ്യുന്നതിൽ പെട്ടുപോകാതിരിക്കാനുള്ള ഒരു കഴിവ് നമുക്ക് വരും. അവർ നമ്മളെ ചൂഷണം ചെയ്യുമ്പോൾ അത് ചൂഷണമാണ് എന്ന് തിരിച്ചറിയാനും, അത് റെഡ് ഫ്ലാഗ് ആണ് എന്ന് തിരിച്ചറിയാനും, അത് ചുവപ്പ് കൊടി കാട്ടുന്നതാണ്, അവിടേക്ക് പോകരുത്, അത് റെഡ് ഫ്ലാഗ് ആണ്, അത് അപകടമാണ് എന്ന് തിരിച്ചറിയാനും. അതായത് ചില ആൾക്കാരെന്ന് വെച്ചാൽ വല്ലാണ്ട് കണ്ണീരും വിഷമവും പറഞ്ഞിട്ട് എന്ത് ചെയ്യും, സങ്കടങ്ങൾ പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ചിലപ്പം അല്ലെ ചെറുപ്പത്തിൽ അങ്ങനെയായിരിക്കും അവർ കാര്യങ്ങൾ സാധിച്ചെടുത്തിട്ടുണ്ടാവുക. ഹലോ, കാര്യങ്ങൾ ചിലപ്പോൾ അവർ സാധിച്ചെടുത്തിട്ടുണ്ട്. ചില ചെറുപ്പത്തിൽ എങ്ങനെയായിരിക്കും, വല്ലാണ്ട് വിഷമിച്ച് സങ്കടപ്പെട്ട് സങ്കടങ്ങൾ പറഞ്ഞിട്ട് നമ്മൾ അല്ലാണ്ട് ഉപദ്രവിച്ചിട്ട് എന്ത് ചെയ്യും, വല്ലാണ്ട് നമ്മുടെ വഴക്കുണ്ടാക്കി പ്രശ്നം ഉണ്ടാക്കി പോയതിനു ശേഷം പിന്നെ വല്ലാണ്ട് സോറി പറഞ്ഞ് സംഗതികൾ പറഞ്ഞ്, അല്ലെങ്കിൽ നമ്മളെ സോപ്പിട്ട് വല്ലാണ്ട് സ്നേഹിച്ച് കാര്യങ്ങൾ നേടുക, വല്ലാണ്ട് കരഞ്ഞുകൊണ്ട് വിക്ടിം കാർഡ് കളിച്ചുകൊണ്ട് സ്നേഹം നേടുക. അതേപോലെ തന്നെ എന്താ വെച്ചാല് വല്ലാണ്ട് ഷൗട്ട് ചെയ്തുകൊണ്ട്, കൺട്രോൾ ചെയ്തുകൊണ്ട്, വാശി പിടിച്ചുകൊണ്ട് ഇങ്ങനെ കാര്യങ്ങൾ നേടും. ഈ 3 രീതിയിൽ ആൾക്കാർ കാര്യങ്ങൾ നേടാൻ ശ്രമിക്കും. ഇത് തിരിച്ചറിയാൻ, ഇതാണെന്ന് തിരിച്ചറിയാൻ. അപ്പൊ നമ്മൾ ഷൗട്ട് ചെയ്യുമ്പോൾ നമ്മൾ പേടിച്ചിട്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്യും. കൺട്രോൾ ചെയ്യുന്ന സമയത്ത് പേടിച്ചിട്ട്. രണ്ടാമത്തേതാണ് സങ്കടങ്ങൾ പറയുമ്പോൾ അതിൽ നമ്മൾ അറിയാതെ എന്ത് ചെയ്യും, മാനിപ്പുലേറ്റഡ് ആയിട്ട് വിഷമിച്ചിട്ട് പോകും. സ്നേഹിക്കപ്പെടുമ്പോൾ നമ്മൾക്ക് വേണ്ടത് സ്നേഹമാണ്. കാരണം നമുക്ക് നമ്മുടെ ഉള്ളിൽ സെൽഫ് ലവ് ഇല്ലാത്തതുകൊണ്ട് അയാളുടെ സ്നേഹം നമുക്ക് വല്ലാണ്ട്, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ സ്നേഹം നമുക്ക് ഓപ്പോസിറ്റുള്ള ആളുടെ സ്നേഹം വല്ലാണ്ട് വേണം എന്നുള്ളതുകൊണ്ട് ആ ലവ് ബോംബിംഗ് എന്ന് അതിനെ പറയും. അതിന്റെ പേരിൽ നമ്മൾ ചിലപ്പോൾ ചൂഷണം ചെയ്തിട്ടാണ്. പക്ഷെ സെൽഫ് ലവ് കൊടുത്ത് നമ്മൾ ഹീൽ ചെയ്ത ഒരാളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് തിരിച്ചറിയാനുള്ള, നമുക്ക് ഇൻസെക്യൂരിറ്റി ഉണ്ടാവില്ല, പേടി ഉണ്ടാവില്ല. നമ്മളെ ചൂസ് ചെയ്യുന്ന ഒരാളെ നല്ല രീതിയിലേക്ക് എന്താ വെച്ചാൽ മനസ്സിലാക്കി, പ്ലസ് അവരെ സ്നേഹിക്കാനുള്ള കഴിവും കൂടി ഉണ്ടാവും, അവരെ ഹെൽപ്പ് ചെയ്യാനുള്ള കഴിവും കൂടി നമുക്കുണ്ടാവും. അതാണ് സ്ട്രെങ്ത് എന്ന് പറയുന്നത്. അവരെ ഡീൽ ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റിയിലേക്ക് നമ്മൾ എത്തും. അങ്ങനെ സ്ട്രെങ്ത് ഉണ്ടാകുമ്പോൾ 99% കേസിലും എന്തുണ്ടാകും, അത് വർക്ക്ഔട്ട് ആയിട്ട് പോകും. ഇനി ഒരു 1% ഉണ്ട്, അത് ചില കേസിൽ നമ്മൾ ആ 1% എന്ന് പറയുന്നത് ലാസ്റ്റിൽ നിങ്ങൾക്ക് ബോധ്യപ്പെടും അത് ഒരിക്കലും നടക്കില്ല, മുന്നോട്ട് പോകില്ല. അങ്ങനത്തെ കേസ് ആകുമ്പോൾ അത് തീർച്ചയായിട്ടും പ്രശ്നങ്ങളിലേക്കും. പക്ഷേ 99.9 കേസിലെന്ന് വെച്ചാൽ അത് വർക്ക്ഔട്ട് ആവുന്നതാണ്. മനസ്സിലാവുന്നുണ്ടോ? ഫിസിക്കൽ അബ്യൂസ് ഉണ്ട്, നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റില്ല, നിങ്ങൾ ആത്മഹത്യയുടെ വക്കിലാണ് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ യു നീഡ് ടു ഗെറ്റ് ഹെൽപ്പ്. ഇതൊക്കെ ഞാൻ പറയുന്നത് വെച്ചാൽ നമ്മൾ സ്വയം ഹീൽ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. എന്നിട്ട് നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ യു നീഡ് ടു ഗെറ്റ് ഹെൽപ്പ് ഫ്രം അതർ പീപ്പിൾ. മറ്റുള്ളവർ, നിങ്ങളുടെ സഹോദരങ്ങളിൽ നിന്നായിരിക്കാം, ഫാമിലിയിൽ നിന്നായിരിക്കാം. യു നീഡ് ടു ഗോ ആൻഡ് ഗെറ്റ് ഹെൽപ്പ് ഇഫ് യു ആർ സ്റ്റക്ക് ഇൻ എ വെരി ബാഡ് ടോക്സിക് റിലേഷൻഷിപ്പിലാണ്. പക്ഷേ ഈ ടോക്സിക് റിലേഷൻഷിപ്പ് പെയിൻ ഉണ്ട് എന്ന് വിചാരിച്ചിട്ട്, പ്രശ്നങ്ങൾ ഉണ്ടെന്ന് വിചാരിച്ചിട്ട് ടോക്സിക് റിലേഷൻഷിപ്പ് ആണെന്ന് വിചാരിക്കരുത്. പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് വിചാരിച്ചാൽ അത് ടോക്സിക് ആണെന്ന് വിചാരിക്കരുത്. നമ്മളെ ഹീൽ ചെയ്ത് കഴിഞ്ഞാൽ അത് പരിഹരിക്കാൻ പറ്റും. അധിക കേസിലും അത് പരിഹരിക്കാൻ പറ്റും. പരിഹരിക്കാൻ പറ്റാത്തതെന്ന് പറയുന്നത് വളരെ റോങ് ആയിട്ടുള്ള പ്രശ്നങ്ങളുള്ള സംഗതികളിലേക്കായിരിക്കും. അത്തരത്തിലുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യണം, നമ്മൾ നോക്കിയിട്ട് വേണം ചെയ്യാൻ. അപ്പൊ നമ്മൾ പരമാവധി നമ്മൾ ഹീലിംഗ് ജേർണിയിലൂടെ കടന്നു പോകുക. യു അണ്ടർസ്റ്റാൻഡ് ആൻഡ് ദെൻ യു ഹീൽ, ദെൻ യു ഗെറ്റ് സ്ട്രെങ്ത്. അതിൽ നിന്ന് എന്ത് ചെയ്യണം, സ്നേഹിച്ചു തുടങ്ങണം, സ്നേഹം പ്രകടിപ്പിച്ചു തുടങ്ങണം. അതിലേക്കാണ് നമ്മൾ പിന്നെ വെച്ചാൽ എഫേർട്ട് ഇടാൻ നമുക്ക് കഴിയും. അപ്പൊ ഫസ്റ്റ് നമ്മൾ ചെയ്യണം നമ്മളെ ഹീലിംഗ് ആണ്. ക്ലിയർ ആണോ? ഈസ് ഇറ്റ് ക്ലിയർ? ഇത്രയും പറഞ്ഞത് ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ഡൗൺ. ഷബീന പറയുന്നു നോ വൺ വിൽ ഹെൽപ്പ് അസ്. നോ, യു വിൽ ഗെറ്റ് ഹെൽപ്പ്. ഇപ്പോ ഉള്ള ഷബീന പറഞ്ഞിട്ടുള്ള നോ വൺ വിൽ ഹെൽപ്പ് അസ് എന്ന് പറയുന്നത് ഒരു ലാക്ക് ഓഫ് സെൽഫ് ലവിൽ നിന്നും, ലാക്ക് ഓഫ് ലവിന്റെ പ്രസൻസിൽ നിന്നും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നിൽക്കുന്നത് കൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അങ്ങനെയല്ല അതിന്റെ റിയാലിറ്റി. വേറെ ആരും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ട. യു വിൽ ഗെറ്റ് സ്ട്രോങ്. നിങ്ങൾ സെൽഫ് ലവ് കൊടുത്ത് നിങ്ങൾ വല്ലാണ്ട് പ്രാക്ടീസ് ചെയ്ത് നിങ്ങൾ ഹീൽ ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഹാവ് ഇനഫ് സ്ട്രെങ്ത്. നമ്മുടെ ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് ഇനഫ് സ്ട്രെങ്ത്തിലേക്ക് നിങ്ങൾ ഡെവലപ്പ് ആകും. നിങ്ങൾക്ക് വേറൊരാളുടെ ഹെൽപ്പ് ചിലപ്പോൾ ആവശ്യമില്ലാത്ത സ്റ്റേജിലേക്ക് നിങ്ങൾ എത്തി വരും. രണ്ടാമത്തത്, നിങ്ങൾ ഹീൽ ചെയ്യുന്നതോടുകൂടി നിങ്ങളിൽ സെൽഫ് ലവ് സംഗതികളും വരുന്നതോടുകൂടി തന്നെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ നിങ്ങളിലേക്ക് അട്രാക്ട് ചെയ്യും. ദാറ്റ്സ് എ പവർ ഓഫ് ലോ ഓഫ് അട്രാക്ഷൻ. ആൻഡ് ദാറ്റ് വിൽ ഓൾസോ വിൽ ഹാപ്പൻ. യു വിൽ ചേഞ്ച്. ഇപ്പൊ പറയുന്ന പോലെ ആയിരിക്കില്ല. യു ഗോട്ട് ഇറ്റ്. സോ ദാറ്റ് വിൽ ഹാപ്പൻ. You have to believe in that magic. You have to believe in that miracle. Believe in it. Accept it. Don't worry. You are safe. You are on the right track. First of all, you shall heal and then എന്ത് ചെയ്യണം? അപ്പൊ അതിനാണ് നമ്മൾ ഈ പ്രോഗ്രാമിലേക്കൊക്കെ വരാൻ പറയുന്നത്. യു ജസ്റ്റ് കം ആൻഡ് അറ്റൻഡ് ദ വർക്ക്ഷോപ്പ്. നമ്മുടെ ആ ഒരു പ്രോഗ്രാം 10 days പ്രോഗ്രാമിൽ നിങ്ങൾ വരിക. വന്നിട്ട് നിങ്ങൾ ഈ ഹീലിംഗ് മനസ്സിലാക്കിയെടുക്കുക. എങ്ങനെയാണ് എനിക്ക് ഹീൽ ചെയ്യാൻ പറ്റുക?
എങ്ങനെയാണ് നമ്മൾ എന്താ വെച്ചാൽ കാര്യങ്ങൾ ചെയ്യുക? എന്റെ ഈ ഒരു അവോയ്ഡൻസ് അറ്റാച്ച്മെന്റ് ഉണ്ടെങ്കിൽ, എന്റെ ഈ പറഞ്ഞിരിക്കുന്ന എന്താ പറയാ ആങ്സൈറ്റി അറ്റാച്ച്മെന്റ് റിലേഷൻഷിപ്പാണ് എനിക്കുള്ളത് എങ്കിൽ, അല്ല എനിക്ക് ഈ പറഞ്ഞിരിക്കുന്ന ചില നാർസിസിസ്റ്റിക് ബിഹേവിയറിന്റെ ചില സംഗതികൾ എന്നിലുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ ഞാൻ സെൽഫിഷ് ആയിട്ട് പോകുന്നുണ്ട് എങ്കിൽ, ഞാൻ ഓവർ കൺസേൺഡ് ആയിട്ട് പോകുന്നുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ എന്നെ മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ, എന്നെ ലവ് ബോംബ് ചെയ്തുകൊണ്ട് മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ, എന്നെ ഈ പറഞ്ഞ അങ്ങനെ പല രീതിയിലുള്ള സംഗതികൾ നമ്മൾ അത് തിരിച്ചറിഞ്ഞിട്ട് എന്താ വെച്ചാൽ അതിനെ നമുക്ക് ഫിക്സ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ സെൽഫ് ഹീലിംഗ് കൊടുത്ത്, നമ്മുടെ എനർജി കൂട്ടി, നമ്മുടെ സെൽഫ് ലവ് കൊടുത്ത്, നമ്മുടെ സെൽഫ് കോൺഫിഡൻസ് കൊടുത്ത്, നമ്മളെ ശക്തരാക്കി കൊടുത്തിട്ട് നല്ല രീതിയിലേക്ക് കൊണ്ട്. പ്ലസ് അത് മാത്രമല്ല, ഞാൻ എഫേർട്ട് ഇടുന്നില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് എങ്ങനെ ഈ റിലേഷൻഷിപ്പിലേക്ക് എഫേർട്ട് ഇട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗോളിലേക്ക് ഇതിനെ എത്തിക്കാൻ പറ്റും, ഫാമിലി ലൈഫിലേക്ക് ഇതിനെ എത്തിക്കാൻ പറ്റും എന്നുള്ള ഒരു എഫേർട്ട് നമ്മൾ ഇട്ടേ പറ്റൂ. വി ഹാവ് ടു പുട്ട് എഫേർട്ട്. വി കനോട്ട് ഗെറ്റ് ഈസിലി. നത്തിങ് ഈസ് ഫ്രീ ഇൻ ദിസ് വേൾഡ്, ഈവൻ എ ഫാമിലി ലൈഫ്. ഒരു കല്യാണം കഴിച്ചു എന്ന് വിചാരിച്ചത് കൊണ്ട് ഒരിക്കലും ഫാമിലി ലൈഫ്. ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തു, അല്ലെങ്കിൽ സാധനങ്ങൾ വാങ്ങിച്ചു കൊടുത്തു, വീട്ടിലേക്ക് കാര്യങ്ങൾ ചെയ്തു, മക്കളുടെ കാര്യങ്ങൾ നോക്കി, സാമ്പത്തികമായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്തു, അതുകൊണ്ട് തീരുന്നില്ല. ജീവിക്കുക എന്ന് പറയുന്നത് കുറച്ച് കഷ്ടപ്പാട് തന്നെയാണ്, പ്രയാസം തന്നെയാണ്. ഇവിടെ ജനിച്ചിട്ടുണ്ട്, ജീവിക്കുക എന്ന് പറയുന്നത്, ഹാപ്പി ആയിട്ടുള്ള ബെറ്റർ ആയിട്ടുള്ള ലൈഫ് ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നത്, വി ഹാവ് ടു പുട്ട് ലോഡ് ഓഫ് എഫേർട്ട്, പുട്ട് ലോഡ് ഓഫ് തിങ്സ്. അത് പ്രയാസമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രയാസമാണ് എന്നുള്ള രീതിയിൽ നമ്മൾ ചിന്തിച്ചാൽ അത് പ്രയാസമാണ്. പക്ഷേ അതെന്താണ്, ഒരു റൈറ്റ് ആറ്റിറ്റ്യൂഡിൽ എടുത്തു കഴിഞ്ഞാൽ നമ്മളെ വളർത്താനും നമ്മളെ ബെറ്റർ ആക്കാനും നമ്മൾക്ക് നല്ലൊരു ലൈഫ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള അവസരങ്ങളായിട്ട് കണ്ടുകൊണ്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡിലൂടെ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇതെല്ലാം വളരെ ബ്ലെസ്സിങ്സ് ആയിട്ടും നല്ല അവസരങ്ങളായിട്ടും നല്ല രീതിയിലുള്ള എളുപ്പമുള്ള കാര്യങ്ങളായിട്ടും നമുക്ക് ഫീൽ ചെയ്യും, എളുപ്പം ഫീൽ ചെയ്യും. നമുക്ക് പ്രയാസമുള്ള അതേ കാര്യത്തിൽ നമുക്ക് എളുപ്പം ഫീൽ ചെയ്യും. അതിന് നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മളുടെ ഗ്രാറ്റിറ്റ്യൂഡിലേക്ക്, നമുക്ക് കിട്ടിയിട്ടുള്ള അവസരത്തിൽ നമ്മൾ ഗ്രേറ്റ്ഫുൾ ആയിട്ട് മുന്നോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ വി ക്യാൻ ക്രിയേറ്റ് എ ബ്യൂട്ടിഫുൾ ലൈഫ്. ഒരു കാര്യം മനസ്സിലാക്കുക, ഒരാളെയും കൺട്രോൾ ചെയ്തിട്ടോ ഒരാളെയും ഉപദ്രവിച്ചിട്ടോ ഒരാളെയും ബുദ്ധിമുട്ടിച്ചിട്ടോ നമുക്കൊരിക്കലും ഒരു ഹാപ്പി ലൈഫ് ക്രിയേറ്റ് ചെയ്യാൻ കഴിയില്ല. ബട്ട് യു നീഡ് ടു സെറ്റ് ബൗണ്ടറീസ്. ബൗണ്ടറീസ് സെറ്റ് ചെയ്യണം, അറ്റ് ദ സെയിം ടൈം വാല്യൂസ് സെറ്റ് ചെയ്യണം. ഒരു ബ്യൂട്ടിഫുൾ ലൈഫ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു കോമൺ ഗോൾ സെറ്റ് ചെയ്യണം. ഈ കോമൺ ഗോളിലേക്ക് എന്ത് ചെയ്യണം? വർക്ക് ചെയ്തിട്ട് പോകും. അപ്പം സാക്രിഫൈസസ് മസ്റ്റ് ആണ്. അതാണ് എഫേർട്ട് ഇടുന്നതിന്റെ ഭാഗമാണെന്ന് വെച്ചാൽ, എഫേർട്ട് ഇടുക എന്ന് പറയുന്നത് നമ്മളായിട്ട് നമ്മളെ ചേഞ്ച് ചെയ്തേ പറ്റൂ. നമ്മുടെ ഇഷ്ടങ്ങൾ, ചില സംഗതികൾ, താല്പര്യങ്ങൾ നമ്മൾ മാറ്റി വെച്ചേ പറ്റൂ. അതിനെയും പറയുന്നതാണ് സാക്രിഫൈസസ് എന്ന് പറയുന്നത്. കാരണം നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, നമ്മൾ പ്രായം കൂടും തോറും ഒരു യങ് ഏജിന്റെ ഒരു 30, 35, 40, 30 വയസ്സ് വരെയൊക്കെ നമുക്കെന്താ വെച്ചാൽ നമ്മളെ സംബന്ധിച്ചുള്ള 30 വയസ്സ് വരെ നമ്മൾ യങ് ആയിട്ട് സിംഗിൾ ആയിട്ട് ആ ഒരു ലൈഫാണ്. അതിന് ശേഷമുള്ള ലൈഫ് എന്ന് പറയുന്നത് പിന്നെ ഒരു ഫാമിലി ലൈഫ് സ്റ്റാർട്ട് ചെയ്യണം. പിന്നെ പ്രായം കൂടുന്തോറും നമ്മൾ ഡിപ്പെൻഡബിൾ ആകും. നമുക്ക് ആ പഴയ എനർജി ഉണ്ടാവില്ല, ആവേശം ഉണ്ടാവില്ല, താല്പര്യം ഉണ്ടാവും, നമ്മുടെ പ്രയോറിറ്റീസ് ചേഞ്ച് ആകും. സ്വാഭാവികമായിട്ട് നമ്മളെന്ന് പറയുന്ന വ്യക്തി നമ്മുടെ ഇഷ്ടങ്ങളിലേക്ക് മാത്രം നോക്കി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ദുഃഖിതനായിട്ട്, കൂടുതൽ ദുഃഖിതനായിട്ട് ഫീൽ ചെയ്യും. അതുകൊണ്ടാണെന്ന് വെച്ചാൽ 40, 50 വയസ്സ് കഴിയുമ്പോഴേക്കും ആൾക്കാരിലേക്ക് എന്താ വെച്ചാൽ പ്രയോറിറ്റി ചേഞ്ച് ആവുകയാണ്. അവരുടെ ഫാമിലിയിലേക്ക് കൂടുതൽ അറ്റാച്ച്ഡ് ആയി പോകുന്നത്. അതിന് കാരണം അതും അവരുടെ പേടിയാണ്. അതും ഇതേപോലെ പേടിയാണ്. എന്താണ് പേടി? പ്രായമായി കഴിഞ്ഞാൽ എന്നെ, പിന്നീടുള്ള സംഗതി എന്ന് വെച്ചാൽ പ്രായമായി കഴിഞ്ഞാൽ എന്നെ നോക്കാൻ ആരുണ്ടാകും, എന്റെ കാര്യങ്ങൾ നോക്കാം. അപ്പോഴും നമ്മൾ നമ്മളുടെ സെൽഫിഷ്നെസ്സിലേക്കാണ് പോകുന്നത്. നമ്മൾ അത് മാത്രമാണോ? അല്ല. നമുക്ക് എന്താണ് ഫാമിലിയുടെ ഇമ്പോർട്ടൻസ് എന്ന് നമ്മൾ മനസ്സിലാക്കി തരുന്നു. അത് ഈ പേടിയിൽ നിന്ന് വരുന്നതാണ്. യങ്ങായി നിൽക്കുന്ന സമയത്ത് നമുക്ക് ഇതൊക്കെ എന്താ വെച്ചാൽ നമുക്ക് ഒറ്റയ്ക്കാണ്, അല്ലെങ്കിൽ കാര്യങ്ങൾ ചെയ്യാം എന്നുള്ള തിങ്കിങ്ങും പല കാര്യങ്ങളുണ്ടാവും. പക്ഷെ അത്തരത്തിലുള്ള തിങ്കിങ്ങിൽ നിന്ന് നമ്മുടെ ഇഷ്ടങ്ങളുടെ പിന്നാലേക്ക് നമ്മൾ പോകും. ബട്ട് ഫാമിലി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മുടെ ആ ഒരു ഇമോഷൻസിനെ നമ്മൾ റെസ്പെക്ട് ചെയ്ത് മനസ്സിലാക്കിയിട്ട് പോകണം. സോ ആ കോമൺ ഗോളിന് വേണ്ടി ചില സാക്രിഫൈസുകൾ മസ്റ്റ് ആണ്. നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും നടത്തിക്കൊണ്ടു പോകാൻ ചിലപ്പോൾ നമുക്ക് എല്ലാ ഇഷ്ടങ്ങളും ഒരേപോലെ നടത്തിക്കൊണ്ടുപോകാൻ ചിലപ്പോൾ കഴിഞ്ഞോളുന്നില്ല. സോ അപ്പൊ അതിലേക്ക് എന്ത് ചെയ്യണം? ഒരുമിച്ച് എന്താണ് രണ്ടുപേരും കൂടി ചേർന്ന് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന ഫാമിലി ലൈഫ്? രണ്ടുപേരുടെ രീതിയിലല്ല ഫാമിലി ലൈഫ് ഉണ്ടാക്കേണ്ടത്. രണ്ടുപേർക്കും രണ്ട് സ്വപ്നങ്ങളായിരുന്നു, രണ്ട് ഇഷ്ടങ്ങളായിരുന്നു. അതിനെ രണ്ടിഷ്ടങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്കൊരു കോമൺ ഗോളിലേക്ക് എത്താൻ പറ്റുമോ? എത്താൻ ശ്രമിക്കുക. ഇല്ല എന്നുണ്ടെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യേണ്ടടുത്ത് അഡ്ജസ്റ്റ് ചെയ്തേ പറ്റും. മനസ്സിലാകുന്നുണ്ടോ? ആ അഡ്ജസ്റ്റ്മെന്റിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യേണ്ടി വരും. ആൻഡ് ദാറ്റ് ഈസ് എ റിയാലിറ്റി. ഇറ്റ്സ് എ റിയാലിറ്റി. വി ഹാവ് ടു അക്സെപ്റ്റ് ഇറ്റ്. നമ്മൾ അതിനെ മനസ്സിലാക്കിയിട്ട് വേണം നമുക്ക് മുന്നോട്ട് പോകാൻ. സോ അക്സെപ്റ്റൻസ് ഈസ് എ മസ്റ്റ്. അക്സെപ്റ്റ് ചെയ്യണം. ഇതാണ് എൻ്റെ റിയാലിറ്റി, ഇതാണ് എൻ്റെ ലൈഫ്, ദിസ് ഈസ് മൈ ലൈഫ്. ഇംപെർഫെക്ഷൻസ് ഉണ്ട്, പ്രശ്നങ്ങളുണ്ട്, പോരായ്മകളുണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട്. അവിടെയാണ് ഹീലിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അവിടെ നമ്മൾ ചേഞ്ചസ് വരണം. ഇനി പൊതുവെ പുരുഷന്റെ സൈക്കോളജി എന്താണ്?
പുരുഷന്റെ സൈക്കോളജി എന്ന് പറയുന്നത് പലപ്പോഴും ചില ഒരു ലോജിക്കൽ മൈൻഡാണ്. ഒരു ലോജിക്കൽ മൈൻഡാണ്. ആ ലോജിക്കൽ മൈൻഡുള്ള പുരുഷനെ സംബന്ധിച്ചിടത്തോളം എന്താ സംഭവിക്കുക? അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് പുരുഷന്റെ നീഡിനെ പറ്റി ജസ്റ്റ് ഇവിടെ എന്ത് ചെയ്യാം, ഞാൻ ഇവിടെ മെൻഷൻ ചെയ്യാം. പുരുഷന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് നീഡ്സ് ഉണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നീഡ് എന്ന് പറയുന്നത് പുരുഷന് വേണ്ടത് നല്ല സപ്പോർട്ടാണ്. റിലേഷൻഷിപ്പിൽ നിന്ന് പുരുഷന് വേണ്ടത് സപ്പോർട്ടാണ്. പുരുഷൻ പൊതുവേ പുരുഷന്മാർ, ഇന്നത്തെ കാലത്ത് സ്ത്രീകൾക്കും സ്വപ്നങ്ങളുണ്ട്, ആഗ്രഹങ്ങളുണ്ട്, സംഗതികളുണ്ട്. ഇത് ഈ ഒരു സൈക്കോളജി ചേഞ്ച് ആയി വരുന്നുണ്ട്. പഴയ പോലെയില്ല ഇന്നത്തെ കാലത്ത്, പുതിയ കാലത്ത്. പക്ഷെ പുരുഷൻ പൊതുവേ ഉള്ള ഒരു റിയാലിറ്റിയിൽ പറയുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ എന്താണ്, നാച്ചുറലി പുരുഷൻ എന്ന് പറയുന്നത് ഒരു അച്ചീവർ മൈൻഡ് സെറ്റ് ഉള്ള ഒരാളാണ്. ഡ്രിവൺ ആണ്, ഹണ്ടർ ആണ്. ഹണ്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വേട്ടയാടാൻ താല്പര്യമുള്ള, പവറിന് താല്പര്യമുള്ള, അധികാരത്തിന് ഭയങ്കര താല്പര്യമുള്ള ഒരാളാണ്. നേതൃത്വം, കാര്യങ്ങൾ നയിക്കാൻ കഴിവുള്ള ഒരാളാണ്. സ്ത്രീ എന്ന് പറയുന്നത് പൊതുവെ പാമ്പർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന, കംഫർട്ട് ആഗ്രഹിക്കുന്ന ഒരാളാണ്. ലീഡർഷിപ്പിലേക്കല്ല, ഒറ്റയടിക്ക് ലീഡ് ചെയ്യണം, മുന്നിലെത്തണം, പവറിലേക്ക് എത്തണം എന്നുള്ള കൺട്രോൾ ആ ഒരു തിങ്കിങ് അല്ല പൊതുവെ സ്ത്രീകൾക്ക് ഉണ്ടാവും. ദേ ലവ് ടു ബി പാമ്പേർഡ്. പക്ഷേ സ്ത്രീകൾക്ക് കൺട്രോളിങ് ബിഹേവിയർ ഉണ്ടാകും, അല്ലെങ്കിൽ കാര്യങ്ങളുടെ കൺട്രോൾ എനിക്ക് വേണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടാവും. അത് അവർക്ക് ഉണ്ടാകും. അത് അവരുടെ ട്രോമകളിൽ നിന്നോ അല്ലെങ്കിൽ അവരുടെ ജീവിത സാഹചര്യങ്ങളിൽ നിന്നോ ചിലപ്പോൾ അവരുടെ ജനറ്റിക് ആയിട്ടോ ഉള്ള സംഗതിയിൽ അവർക്ക് അത് ഉണ്ടാകാം. പക്ഷെ അവരത് എങ്ങനെയാണ് കൺട്രോൾ ചെയ്യേണ്ടത്? ദേ ഹാവ് ടു കൺട്രോൾ ഫ്രം ബിഹൈൻഡ്. നമുക്ക് കൺട്രോൾ രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്ന് പുറകിൽ നിന്ന് കൺട്രോൾ ചെയ്യാം, അതേപോലെ തന്നെ മുന്നിൽ വെച്ച് ലീഡ് ചെയ്തുകൊണ്ട് കൺട്രോൾ ചെയ്യാം. മനസ്സിലാവണം? മുന്നിൽ നിന്നുകൊണ്ട് ലീഡ് ചെയ്ത്, പുരുഷന്മാർക്ക് പൊതുവെ മുന്നിൽ നിന്ന് ലീഡ് ചെയ്യാനാണ് താല്പര്യം. അപ്പൊ അവർക്ക് എപ്പോഴും വെച്ചാൽ ഹീറോ ആയിട്ട് നിൽക്കാനാണ് പൊതുവെ സൈക്കോളജിയിൽ താല്പര്യം. അപ്പൊ അതുകൊണ്ട് എന്താ വെച്ചാൽ ഫാമിലി ലൈഫിലേക്ക് വരുമ്പോൾ എപ്പോഴും പുരുഷൻ ബെറ്റർ എന്താ വെച്ചാൽ പുരുഷൻ ആ ഒരു പൊസിഷനിലേക്ക്, അതൊരു ഇറ്റ്സ് ലൈക്ക് എ ഗെയിം, ഇറ്റ്സ് ലൈക്ക് എൻ അണ്ടർസ്റ്റാൻഡിങ്. അതൊരു ബേസിക് ആയിട്ട് പൊതുവെ നമ്മുടെ ഈ ഒരു വളർന്നു വന്ന സാഹചര്യത്തിൽ സൊസൈറ്റിയിൽ. എന്നാൽ ചില പുരുഷന്മാരുണ്ടെന്ന് വെച്ചാൽ അത് താല്പര്യമില്ലാത്തവരും താല്പര്യമില്ല, അങ്ങനെയുള്ളവരുണ്ടാകും. അപ്പൊ ഞാൻ പറയുന്നത് എല്ലാ പുരുഷന്മാരും ഇല്ല, പൊതുവേ കാണുന്ന ഒരു ട്രയറ്റ് ആണ് പറയുന്നത്. അത് ചിലപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന പോലെ മെയിൽ ഷുവനിസ്റ്റിക് ആയിട്ടുള്ള ഒരു സൊസൈറ്റി, സമൂഹത്തിൽ ഇങ്ങനെ ഒരു മെയിൽ, അതായത് സൊസൈറ്റിയിൽ, പണ്ടത്തെ സൊസൈറ്റി അല്ല ഇപ്പൊ മാറുന്നുണ്ട്. പണ്ടുള്ള സൊസൈറ്റിയിലുള്ള പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് എന്താണെന്ന് വെച്ചാൽ പൊതുവേ ഇപ്പൊ ഒരു 30, 40 വയസ്സൊക്കെ ഉള്ള, അല്ലെങ്കിൽ ഇപ്പൊ 35 വയസ്സിന് മുകളിൽ പ്രായമുള്ള പുരുഷന്മാർക്ക് പൊതുവേ ഈ പറഞ്ഞിരിക്കുന്ന ഒരു സൊസൈറ്റി ട്രയറ്റ് ഉണ്ടാകും. അല്ലെങ്കിൽ ഇപ്പോ റീസെന്റ്ലി വരുന്ന ഇനി വളർന്നു വരുന്ന തലമുറയ്ക്ക് ചിലപ്പോൾ ഇത് കുറഞ്ഞെന്ന് വരും. അപ്പൊ അതെന്താന്ന് ചോദിച്ചാല് അവർക്ക് ഒരു പൊതുവെ ഒരു പവർ, അധികാരത്തിനുള്ള ഒരു താല്പര്യം ഉണ്ടാകും. കൺട്രോൾ അവരുടെ കയ്യിലായിരിക്കണം. അത് അങ്ങനെയുള്ളവരാണ് പുരുഷൻ അല്ലെങ്കിൽ ആണ് എന്നുള്ള രീതിയിലുള്ള തിങ്കിങ് ഉള്ള ഒരു സൊസൈറ്റിയിലാണ് നമ്മൾ വളർന്നു വന്നിട്ടുള്ളത്. അപ്പൊ സ്വാഭാവികമായിട്ടും ആ കൺട്രോൾ അവിടെ കൊടുത്തു കഴിഞ്ഞാൽ, എന്നാൽ സ്ത്രീക്ക് കൺട്രോൾ കിട്ടോ, ബുദ്ധിമതിയായിട്ടുള്ള ഭാര്യ ഭർത്താവിനെ രാജാവാക്കിയിട്ട് ആ രാജാവിന്റെ രാജ്ഞിയായിട്ട് ജീവിക്കുന്ന പറയാം. ബെഡ്റൂമിൽ തീരുമാനങ്ങൾ എടുക്കുന്ന രാജ്ഞിയായിരിക്കും. രാജാവ് പുറത്തു പോയിട്ട് എന്ത് ചെയ്യും, കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. മനസ്സിലാകുന്നുണ്ടോ പറയുന്നത്? ഹലോ, സ്മാർട്ടായിട്ടുള്ള സ്ത്രീകളുണ്ട്, വളരെ സ്മാർട്ടായിട്ട് കാര്യങ്ങൾ തീരുമാനിക്കാൻ കഴിവുള്ളവർ അവരായിരിക്കും. അവർക്ക് അതിനുള്ള ബുദ്ധി ഉണ്ടാവും. ബെഡ്റൂമിൽ അവരായി തീരുമാനിക്കുക. അബ്രഹാം ലിങ്കൺ അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്നെങ്കിലും അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ കരുത്ത് എന്ന് പറയുന്നത് അതിന്റെ ഭാര്യയായിരുന്നു. നിങ്ങൾ കേട്ടില്ലേ, നല്ല പുരുഷന്മാർക്ക് വിജയിച്ചുള്ള ഓരോ പുരുഷന്റെ പുറകിലും ഒരു സ്ത്രീ ഉണ്ടാവുന്ന പറയുന്ന പോലെ. അതിന്റെ റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് എന്താ വെച്ചാൽ നല്ല സപ്പോർട്ട് ആവശ്യമാണ്. മെൻ നീഡ് സപ്പോർട്ട്. ആ സപ്പോർട്ട് എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന് ഇത് കൊടുത്തു കഴിഞ്ഞാൽ, ഇദ്ദേഹത്തിന് ഈ രൂപത്തിൽ, പുരുഷന്മാർ അത്രയേ ഉള്ളൂ. പുരുഷന്മാർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പാവങ്ങളാണ്. പക്ഷെ അത് എങ്ങനെയാണ് അവരുടെ വിശ്വാസം നേടിയെടുക്കാൻ പറ്റണം. അതെങ്ങനെ നേടിയെടുക്കുക? പുരുഷന്മാരുടെ വിശ്വാസം നേടിയെടുക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരെ അപ്രീഷിയേറ്റ് ചെയ്യുക, അവർ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ അപ്രീഷിയേറ്റ്, അവരുടെ കുറ്റങ്ങൾ മാത്രം കണ്ടുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ആ സ്ത്രീയിൽ നിന്ന് എന്ത് ചെയ്യും, അകന്നു പോകും. അവോയ്ഡൻസ് അറ്റാച്ച്മെന്റ് ഉള്ള സ്ത്രീയാണെന്നുണ്ടെങ്കിൽ, അതായത് ഈ പുരുഷനെ കെയർ ചെയ്യുന്നില്ല, സ്നേഹിക്കുന്നില്ല, വേണ്ട രീതിയിൽ അവരുടെ ഇഷ്ടങ്ങൾ, താല്പര്യങ്ങൾ പ്രാധാന്യം കൊടുക്കുന്നില്ല, അവനെ പ്രയോറിറ്റി കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും എന്താ വെച്ചാൽ ആ സ്ത്രീയോട് താല്പര്യം കുറയുകയും ആ സ്ത്രീയിൽ നിന്ന് അകന്നു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ആ സ്ത്രീയുടെ അടുത്ത് കേൾക്കാൻ താല്പര്യമുണ്ടല്ലോ, എപ്പോഴും കംപ്ലൈന്റ് പറയുന്ന, പോരായ്മകൾ ചൂണ്ടിക്കാണിക്കുന്ന
ഒരു വ്യക്തിയായിട്ട് മാറിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എന്താ സംഭവിക്കുക? ആ വ്യക്തിയിൽ നിന്ന് എന്ത് ചെയ്യും? ആ മനസ്സുകൊണ്ട് അകന്നു പോകും. ആ സ്ത്രീക്ക് ആ വ്യക്തിയെ കൺട്രോൾ ചെയ്യാൻ കഴിയില്ല. കൺട്രോൾ ചെയ്യുക എന്നുള്ളതല്ല, ആ വ്യക്തിയുടെ മനസ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയില്ല. ആ ഭർത്താവ്, ആ ഭാര്യ പറയുന്നത് കേൾക്കില്ല. ആ ഭർത്താവ് ആ വ്യക്തിയെ കേൾക്കില്ല. എന്നാൽ അത് കേൾക്കണമെന്നുണ്ടെങ്കിൽ എന്താ വേണ്ടതെന്ന് വെച്ചാൽ നന്നായിട്ട് എന്ത് വെച്ചാൽ അപ്രീഷിയേറ്റ് ചെയ്യുക, നന്നായിട്ട് സ്നേഹം പ്രകടിപ്പിക്കുക, നമ്മുടെ നല്ല കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക, ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും? ഈ വ്യക്തി എന്ത് ചെയ്യും? കേൾക്കാൻ തയ്യാറാകും. പുരുഷനെ സംബന്ധിച്ചിടത്തോളം അത് ഈസി ആയിട്ട് കാര്യങ്ങൾ കേൾക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തും. കാര്യങ്ങൾ അപ്പൊ അവിടെ എന്താണ്? യു ക്യാൻ ആൾസോ കൺട്രോൾ. ദാറ്റ് ഈസ് വൺ വേ ഓഫ് ഡൂയിങ് ഇറ്റ്. നിങ്ങളുടെ സിറ്റുവേഷൻ എന്താണ്, സാഹചര്യം എന്താണ്, ഇതിനനുസരിച്ചാണ് ഉപയോഗിക്കേണ്ടത് കേട്ടോ. ചില സ്ഥലത്ത് എന്ന് വെച്ചാൽ സ്ത്രീകൾക്ക് നല്ല താല്പര്യം ഉണ്ടാവും. അവര് ഇപ്പൊ ഇന്നത്തെ കാലത്ത് പൊതുവെ യങ് ആയിട്ടുള്ള ജനറേഷനിൽ അവർക്ക് മുന്നോട്ട് പോകണം, അവർക്ക് പവറിൽ വേണം. എന്നാൽ അതിന് മാച്ച് ആവുന്ന രീതിയിലുള്ള ഒരു ഭർത്താവിനെ അല്ല കിട്ടിയെങ്കിൽ അത് ഭയങ്കര ബുദ്ധിമുട്ടാകും. അത് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു ഭർത്താവിനെ അല്ല കിട്ടിയതെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാകും. ദ തിങ് ഈസ്, നമുക്ക് പഴയ മെത്തേഡാണോ നല്ലത്, പുതിയ മെത്തേഡാണോ നല്ലത് നമുക്ക് പറയാൻ വയ്യ. നിങ്ങളുടെ സാഹചര്യത്തിനനുസരിച്ച് ഏത് മെത്തേഡാണോ സ്യൂട്ട് ആകുന്നത് തിരഞ്ഞെടുക്കുക. ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫാമിലി ലൈഫ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതായിരിക്കണം ഗോൾ. മാർഗമല്ല പ്രധാനം, ഗോള് അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനം. ഫാമിലി ലൈഫിലേക്ക് വരുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതാണ്. മനസ്സിലാവുന്നുണ്ടോ? സോ ഇത് ഒരുപാട് പറയാനുണ്ട്. ഇന്നത്തെ സെഷനിൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റിയെന്ന് വിചാരിക്കുന്നു. അപ്പൊ നിങ്ങൾക്ക് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഇതിനെക്കുറിച്ചൊക്കെ ഡെപ്തിലേക്ക് നമുക്ക് ഡിസ്കസ് ചെയ്യാം. നമ്മുടെ കോഴ്സിലേക്ക് നിങ്ങൾ വരിക. കോഴ്സിലേക്ക് വരാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? ജൂൺ 5-നാണ് ക്ലാസ് ആരംഭിക്കുന്നത്. വൈകുന്നേരം 7:30 മുതൽ വൈകുന്നേരം രാത്രി 9 മണി 9:30 വരെയാണ് ഈ പ്രോഗ്രാം നടക്കുക. പങ്കെടുക്കാൻ താല്പര്യമുള്ള ആൾക്കാർ എന്ത് ചെയ്യുക? വരിക. നിങ്ങളുടെ ലൈഫിൽ ചേഞ്ച് ചെയ്യാൻ, നിങ്ങൾക്ക് നല്ല ഒരു ഫാമിലി ലൈഫ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, അതേപോലെ തന്നെ നിങ്ങൾക്ക് നല്ലൊരു ഹെൽത്ത്, നല്ല ആരോഗ്യ ജീവിതം എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം, നിങ്ങളുടെ അസുഖങ്ങളൊക്കെ മാറ്റി നല്ല ഹെൽത്തി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം, അതേപോലെ തന്നെ നിങ്ങൾക്ക് നല്ല സാമ്പത്തികമായിട്ടുള്ള സുരക്ഷിതത്വം നിങ്ങൾക്ക് എങ്ങനെ ബിൽഡ് ചെയ്തെടുക്കാം, അതേപോലെ തന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് നല്ലൊരു കരിയർ എങ്ങനെ ബിൽഡ് ചെയ്തെടുക്കാം, നിങ്ങളുടെ ബിസിനസ് എങ്ങനെ ബിൽഡ് ചെയ്തെടുക്കാം, സാമ്പത്തികമായിട്ട് സുരക്ഷിതം എങ്ങനെ, നമുക്ക് നല്ലൊരു മെന്റൽ ഹെൽത്ത് എങ്ങനെ ബിൽഡ് ചെയ്തെടുക്കാം, നിങ്ങളുടെ ഓരോ ട്രോമകളും ഹീൽ ചെയ്ത് നല്ല രീതിയിലേക്ക് ബിൽഡ് ചെയ്തെടുക്കുകയും എന്നിട്ട് കൂടുതൽ ലോ ഓഫ് അട്രാക്ഷൻ പവർ ഉപയോഗിച്ചിട്ട് നല്ല വ്യക്തികൾ, നല്ല അവസരങ്ങൾ, നല്ല ആരോഗ്യം, നല്ല സമ്പത്ത്, നല്ല ജോലികൾ, നല്ല ബിസിനസ്, ഇതെല്ലാം നമ്മളിലേക്ക് എങ്ങനെ നമുക്ക് അട്രാക്ട് ചെയ്യാം എന്നുള്ള രീതികളെ. ഒന്ന് ഹീലിംഗ് ആണ് നടക്കാൻ പോകുന്നത്. മനസ്സിലുള്ള ബ്ലോക്കുകൾ റിമൂവ് ചെയ്യാണ്. അതേപോലെ തന്നെ നിങ്ങളുടെ ലിമിറ്റിംഗ് ബിലീഫുകൾ, ഇമോഷണൽ ബ്ലോക്കുകളെല്ലാം റിമൂവ് ചെയ്ത് നിങ്ങളെ ഹീൽ ചെയ്ത് നിങ്ങളുടെ ഇൻസെക്യൂരിറ്റീസ് റിമൂവ് ചെയ്തിട്ട് നിങ്ങളുടെ ഈ പറഞ്ഞിരിക്കുന്ന ഓരോ ഇഷ്യൂസ് ഹീൽ ചെയ്ത്, ട്രോമാസ് ഹീൽ ചെയ്തിട്ട് നമ്മൾ മൈൻഡിനെയും നിങ്ങളെയും മെന്റലി നിങ്ങളെ ഹെൽത്തി ആക്കിയതിനു ശേഷം ഗോളുകളിലേക്ക് വ്യക്തമായിട്ടുള്ള ക്ലാരിറ്റി സെറ്റ് ചെയ്തിട്ട് അത് അച്ചീവ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള സ്ട്രാറ്റജീസ് പഠിപ്പിച്ച് ഓരോ ഏരിയാസിൽ നമ്മൾ എന്തെങ്കിലും സെറ്റ് ചെയ്തുകൊണ്ടിരിക്കും. സോ അതിന്റെ ഫീ എത്രയാണ് വരുന്നത് ചോദിച്ചു. ഇത് നമ്മളെന്ന് വെച്ചാൽ 30 ദിവസത്തോളമുള്ള കോച്ചിങ് ആണ്. 30 ഡേയ്സ് ആണ്. 10 ഡേയ്സ് ക്ലാസ് ഉണ്ടാകും. അതിൽ 21 ഡേയ്സ് നിങ്ങൾക്ക് എന്ന് വെച്ചാൽ അഡീഷണൽ നിങ്ങൾക്കൊരു പേഴ്സണൽ കോച്ചിനെ നമ്മൾ സെറ്റ് ചെയ്തു തരും. ആ കോച്ചിന്റെ സഹായത്തോട് കൂടിയിട്ട് നിങ്ങൾക്ക് കോച്ചിങ് ഉണ്ടാവും. അപ്പൊ ഈ കോച്ചിങ് നിങ്ങൾക്ക് നൽകിക്കൊണ്ടാണ് നമ്മൾ നൽകുന്നത്. നിങ്ങൾ എന്ത് ചെയ്യുക, പ്രോഗ്രാമിലേക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഫീ വരുന്നത്, ഇതിന് 10,000 rupees ആണ് കോഴ്സ് ഫീ വരുന്നത്. പക്ഷേ നമ്മൾ ഡിസ്കൗണ്ടഡ് ഓഫർ 30% ഓഫറിൽ കൊടുക്കുന്നുണ്ട് 7,000 rupeesന്. അത് ഈ ഒരു ബാച്ചിൽ മാത്രമാണ് അവൈലബിൾ ആകുക. ജസ്റ്റ് കം ആൻഡ് ഗ്രാബ് ദിസ് ഓഫർ. ഈ ഓഫർ എന്ത് ചെയ്യുക, നിങ്ങൾ എന്ത് ചെയ്യുക, സ്വന്തമാക്കാൻ ശ്രമിക്കുക കേട്ടോ. പരമാവധി ആൾക്കാർ വന്നിട്ട് നിങ്ങളുടെ ലൈഫിൽ ചേഞ്ച് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങളുടെ ഫാമിലി ലൈഫിൽ ഇഷ്യൂസ് ഉണ്ടോ, വി ക്യാൻ സോൾവ് ഇറ്റ്. വി വിൽ എഡ്യൂക്കേറ്റ് യു. നല്ല രീതിയിലേക്ക് നിങ്ങൾക്ക് അതിന്റെ ക്ലാരിറ്റി കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് ലവ് വർക്ക് ചെയ്യുന്നത്, എങ്ങനെയാണ് സ്നേഹം വരയ്ക്കുന്നത്, നിങ്ങളുടെ ലവ് ലാംഗ്വേജ് എന്താണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. ലവ് ലാംഗ്വേജ് മനസ്സിലായി. നിങ്ങൾക്കുള്ള ഒരു ലവ് ലാംഗ്വേജ് ഉണ്ട്, നിങ്ങളുടെ കോർ വാല്യൂസ് ഉണ്ട്, 6 ഹ്യൂമൻ നീഡ്സ് ഉണ്ട്. അതായത് ഒരു മനുഷ്യന്റെ 6 ആവശ്യങ്ങൾ. ഈ 6 ആവശ്യങ്ങളിൽ നിങ്ങളുടെ കോർ നീഡ്സ് എന്താണെന്നുള്ളത് മനസ്സിലാക്കണം. അതേപോലെ തന്നെ നിങ്ങളുടെ കോർ വാല്യൂസ് ഉണ്ട്. നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില വാല്യൂസ് നിങ്ങളെ തിരിച്ചറിയുക എന്നുള്ളത്, ആ സെൽഫ് അവെയർനെസ് സംഗതികളും തിരിച്ചറിയുക. അതേപോലെ തന്നെ നിങ്ങളുടെ പാറ്റേൺ തിരിച്ചറിയുക. ഏത് പാറ്റേൺ ആണ് ബ്രേക്ക് ചെയ്യേണ്ടത്. ചില വാല്യൂസ് നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാകും, അത് ഓവർ വാല്യൂ കൊടുക്കുന്നുണ്ട് എങ്കിൽ അതൊരു പ്രശ്നമാണ്. ചില പാറ്റേൺസ് നിങ്ങൾക്ക് ഉണ്ടാകും, ചില അഡിക്ഷൻസ് നിങ്ങൾക്കുണ്ടാകും. ആ അഡിക്ഷൻസിന്റെ പാറ്റേൺസിനെ തിരിച്ചറിഞ്ഞിട്ട് അത് ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എഫോർട്ട് ഇടേണ്ടതുണ്ട്. അങ്ങനെ ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ പേഴ്സണാലിറ്റിയെ, നിങ്ങളുടെ ബിഹേവിയറിനെ, നിങ്ങളുടെ വാല്യൂസിനെ, നിങ്ങളുടെ ക്യാരക്ടറിനെ നിങ്ങൾ ചേഞ്ച് ചെയ്തിട്ട് പുതിയൊരു പേഴ്സൺ ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളെ ബിൽഡ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. യു നീഡ് ഹെൽപ്പ് ഫോർ ദാറ്റ്, യു നീഡ് കോച്ചിങ് ഫോർ ദാറ്റ്, യു നീഡ് ക്ലാരിറ്റി ഫോർ ദാറ്റ്. ആ ക്ലാരിറ്റിയിലേക്കാണ് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നത്. കം ആൻഡ് ലെറ്റ്സ് ചേഞ്ച് യുവർ ലൈഫ്. ദിസ് ഈസ് നോട്ട് നിങ്ങൾ ഇതിനു മുൻപ് ചെയ്തിട്ടുള്ള കോഴ്സുകളെ പോലെയേ അല്ല.
ഇതിനു മുൻപ് ചെയ്തിട്ടുള്ള കോഴ്സ് എന്ന് വെച്ചാൽ ജസ്റ്റ് ചിലപ്പോൾ നിങ്ങൾ ഹീലിംഗ് മാത്രം ചെയ്തിട്ടുണ്ടാവും. ഹെൽത്തുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും സംഗതികളും നിങ്ങളുടെ ബോഡി പെയിനും കാര്യങ്ങളൊക്കെ ഹീൽ ചെയ്ത് പോകുന്നത്. അതല്ല, ദിസ് ഇസ് എ ടോട്ടൽ ലൈഫ് ക്ലാരിറ്റിയാണ് നിങ്ങൾ കിട്ടാൻ പോകുന്നത്. സോ കം ആൻഡ് ചേഞ്ച് യുവർ ലൈഫ്, ട്രാൻസ്ഫോം യുവർ ലൈഫ്. ദിസ് ഇസ് എ ട്രാൻസ്ഫോർമേഷൻ ട്രെയിനിങ് ആണ്. ഇതൊരു ട്രാൻസ്ഫോർമേഷൻ ട്രെയിനിങ് ആണ്, ഒരു മോട്ടിവേഷൻ ക്ലാസ് അല്ല. ദിസ് ഇസ് എ ട്രാൻസ്ഫോർമേഷൻ ട്രെയിനിങ്. മോട്ടിവേഷൻ ക്ലാസ് നമ്മൾ ചെയ്യുന്ന ട്രാൻസ്ഫോർമേഷൻ ട്രെയിനിങ് എന്ന് പറയുന്നത് ഒരുപാട് ഡെപ്തിൽ നിങ്ങളുടെ പേഴ്സണൽ ആയിട്ടുള്ള പ്രശ്നങ്ങൾ എന്താണ് എന്നുള്ളത് കണ്ടെത്തി അത് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്തിട്ട് ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളെ സഹായിക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഇത്രയും ദിവസം ഓരോ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തപ്പോഴും, ഫ്രീ ആയിട്ടുള്ള ക്ലാസ്സുകളാണെങ്കിൽ പോലും അറ്റൻഡ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് ഓരോ വ്യക്തമായിട്ടുള്ള ക്ലാരിറ്റിയിലൂടെ നിങ്ങൾക്ക് പോകാൻ പറ്റിയോ ഇല്ലയോ? യെസ് ഓർ നോ? ജസ്റ്റ് കം ഓൺ. യെസ് ഓർ നോ? ഇത്രയും ദിവസത്തെ ഓരോ ദിവസത്തെ ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ക്ലാരിറ്റി കൂടി വരുന്നുണ്ടോ? നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണ്, എന്റെ സാഹചര്യം എന്താണ്, എന്റെ ജീവിത പങ്കാളിയുടെ പ്രശ്നം എന്താണ്, ഇങ്ങനെയൊക്കെയാണ്. യെസ് ഓർ നോ? ആൻഡ് ദാറ്റ് ഈസ് ജസ്റ്റ് എ ബിഗിനിങ്, ടിപ്പ് ഓഫ് ദ ഐസ്ബർഗ്. അത് ഐസ്ബർഗ് മാത്രമാണ്. വാട്ട് ഐ ക്യാൻ ഡു ഇസ് ലൈക്ക് എന്റെ കഴിഞ്ഞ ഈ ഒരു ഇൻഡസ്ട്രിയിൽ ഞാൻ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് ഏകദേശം 13 വർഷത്തോളമായി. ഈ 13 വർഷത്തെ എന്റെ എക്സ്പീരിയൻസ് വെച്ചിട്ടുള്ള നോളജ് ആണ് നിങ്ങൾക്ക് നൽകാൻ പോകുന്നത്. ഒരുപാട് ബുക്കുകൾ റെഫർ ചെയ്തിട്ടും, ഒരുപാട് ആൾക്കാരുടെ ലൈഫ് കൗൺസിൽ ചെയ്തിട്ടും, പേഴ്സണലൈസ് ചെയ്തിട്ടും, ഈവൻ എന്റെ ലൈഫിൽ അടക്കമുള്ള എക്സ്പീരിയൻസിൽ നിന്ന് മനസ്സിലാവുന്നുണ്ട്. സോ ദിസ് വിൽ ബി റിയലി ഹെൽപ്ഫുൾ ഫോർ യു. നിങ്ങൾക്ക് മനസ്സിലാവുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള ലാംഗ്വേജിലൂടെ അത് നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാക്കി തരാം. ആൻഡ് ലെറ്റ്സ് കോച്ച് ആൻഡ് ലെറ്റ്സ് ഹെൽപ്പ്. ഇതിനൊരു വർക്ക് ബുക്ക് ഉണ്ട്. ആ വർക്ക് ബുക്ക് നിങ്ങൾ എഴുതുന്നതോടുകൂടി നിങ്ങളുടെ ക്ലാരിറ്റി കൂടും. പ്ലസ് നിങ്ങൾക്ക് പേഴ്സണൽ ആയിട്ടൊരു കോച്ച് ഉണ്ടാവും. കാലത്ത് 5 മണിക്ക് എണീക്കുക, എന്നിട്ട് നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ട്, ആ ഒരു അവയർനെസ് ഉള്ള, ആ തിങ്കിങ് ഉള്ള, അത് മാത്രം പുതിയൊരാളെ ബിൽഡ് ചെയ്യുന്ന, ആ ഒരു തോട്ട് മാത്രം ബിൽഡ് ചെയ്ത് കൊണ്ടുവരുന്ന ഒരു മൈൻഡ് സെറ്റ് ഉള്ള ഒരു വ്യക്തിയായിട്ട് നിങ്ങൾക്ക് മാറ്റാം. ദിസ് ഈസ് ആൻ ഓപ്പർച്യൂണിറ്റി. ഡോണ്ട് മിസ് ദിസ് ഓപ്പർച്യൂണിറ്റി. സോ ഇന്ന് തന്നെ എന്ത് ചെയ്യുക, നമ്പറിൽ വിളിക്കുക. വിളിക്കേണ്ട നമ്പർ ഞാൻ ഇവിടെ കൊടുക്കാം. നിങ്ങൾക്ക് എന്ത് ചെയ്യുക, 2 നമ്പറിൽ കൊടുക്കാം. ജസ്റ്റ് പ്ലീസ് ടീം മെമ്പർ ആ നമ്പർ ഒന്ന് ഇവിടെ പോസ്റ്റ് ചെയ്യുക. കോൺടാക്ട് നമ്പറിൽ എന്ത് ചെയ്യുക, ബന്ധപ്പെടുക. എന്നിട്ട് എന്ത് ചെയ്യുക വെച്ചാൽ നിങ്ങൾ ഇന്ന് തന്നെ ബുക്ക് ചെയ്ത് തുടങ്ങുക. ഓക്കെ, നിങ്ങൾക്ക് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് എന്ത് ചെയ്യാം, ഇവിടെ നമ്പർ ഞാൻ കൊടുക്കാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്നോട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ കോഴ്സ് നിങ്ങൾ ചെയ്യണമെന്ന് താല്പര്യം, നിങ്ങൾക്ക് എന്നോട് സംസാരിക്കാം. ഇഫ് യു വാണ്ട് ടു ടോക്ക് ടു മീ, യു ക്യാൻ കോൾ. ഞാൻ നമ്പർ ഇവിടെ പറയാം, 8086880771. ഈ കോഴ്സ് ചെയ്യാൻ താല്പര്യമുള്ളവർ മാത്രം ഈ കോഴ്സ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എന്റെ ലൈഫിൽ ചേഞ്ച് ഉണ്ടാവുമോ എന്ന് ചോദിക്കുന്ന ആൾക്കാർക്ക് ഈ നമ്പറിൽ ബന്ധപ്പെടാം. ഓക്കെ, എനിക്കിത് ഉപകാരപ്പെടും, എനിക്കിത് ചേഞ്ച് ഉണ്ടാവുമോ, എനിക്ക് എങ്ങനെ ചേഞ്ച് ഉണ്ടാവുക, ഇതെനിക്ക് ചെയ്യണം താല്പര്യമുണ്ട് എന്നൊക്കെ താല്പര്യമുള്ള ആൾക്കാർക്ക് എന്ത് ഉടനെ ഈ നമ്പറിലേക്ക് മെസ്സേജ് അയക്കാം. ഓക്കെ, അതിലേക്ക് മെസ്സേജ് അയക്കാം കേട്ടോ. 8086880771 മെസ്സേജ് അയക്കാം, അല്ലെങ്കിൽ വിളിക്കാം. ഓക്കെ, യു ടേക്ക് ദാറ്റ് നമ്പർ ആൻഡ് സേവ് ഇറ്റ് ആൻഡ് കോൺടാക്ട് മീ. ബിക്കോസ് എനിക്ക് നിങ്ങളോട് പറയാം, ചെയ്യാൻ താല്പര്യമുള്ളവർ എത്ര പേരുണ്ട്? സോർണോ, ഇന്നത്തെ ഈ ഒരു ക്ലാസ് ഒക്കെ കേട്ടപ്പോൾ ശരിക്കും എന്ന് വെച്ചാൽ താല്പര്യം വന്നിട്ടുണ്ടാവും. യെസ്, ദിസ് ഇസ് റിയലി ഹെൽപ്ഫുൾ. എത്ര പേരുണ്ട്? ജസ്റ്റ് കമന്റ് ഓൺ മീ എന്ന് കമന്റ്. ജസ്റ്റ് കമന്റ് ഓൺ മീ ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ്. യെസ്, ജസ്റ്റ് കമന്റ്. ജസ്റ്റ് കമന്റ് ഓൺ. എങ്ങനെയാണെന്നുണ്ടെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള വിഷയത്തെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കണം. ഞാൻ പറഞ്ഞല്ലോ, പണം എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു ബെറ്റർ ലൈഫ് ക്രിയേറ്റ് ചെയ്യണം. ഇതൊരു ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഈ നിങ്ങളെ ബെറ്റർ ആയിട്ടുള്ള നിങ്ങളെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ, സ്ട്രോങ് ആയിട്ടുള്ള, നല്ല ബിഗ് തിങ്കിങ് ഉള്ള, വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ കഴിയുന്ന, ബിസിനസ് ക്രിയേറ്റ് ചെയ്യാൻ കഴിയുന്ന, നല്ല കരിയറിൽ ഗ്രോത്ത് ക്രിയേറ്റ് ചെയ്യാൻ കഴിയുന്ന, നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി പൊട്ടൻഷ്യൽ പുറത്തു കൊണ്ടുവരാൻ കഴിയുന്ന, നിങ്ങളുടെ സെൽഫ് ഡിസിപ്ലിൻ ഡെവലപ്പ് ചെയ്യാൻ കഴിയുന്ന, ഇതെല്ലാം ഉപയോഗിക്കാൻ കഴിയുന്ന, നിങ്ങളെ ബെറ്റർ ആക്കി കൊണ്ടുവരുന്ന ഒരു വ്യക്തിയെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യണം. ഈ വ്യക്തിയെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ള സാമ്പത്തികമോ പ്രയാസമോ ബുദ്ധിമുട്ടോ എല്ലാം നിങ്ങൾക്ക് മാറ്റാൻ കഴിയുന്ന ഒരു വ്യക്തിയായിട്ട് നിങ്ങൾക്ക് മാറാൻ പറ്റും. നമ്മുടെ പ്രോബ്ലം അതാണ്. നമ്മളാണ് പ്രശ്നം. നമ്മൾ മാറിക്കഴിഞ്ഞാൽ, നമ്മൾ വളർന്നു കഴിഞ്ഞാൽ അതിനനുസരിച്ച് നമ്മുടെ വരുമാനം വളരും. നിങ്ങൾക്കിപ്പോൾ സാമ്പത്തിക പ്രശ്നമുണ്ടോ എങ്കിൽ ഡെഫിനറ്റ്ലി ഈ കോഴ്സ് ചെയ്യണം. നിങ്ങൾക്ക് ഈ കോഴ്സ് ചെയ്യാനുള്ള ഒരു വരുമാനം ഇല്ല എന്ന് ചിന്തിച്ച് നിൽക്കരുത്. കാരണം അത്രയ്ക്കും പ്രശ്നത്തിലാണ് നിങ്ങൾ എന്നുള്ളതാണ്. അത്രത്തിനും പ്രശ്നത്തിലുള്ള നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ചിന്തിക്കുന്നതാണ്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഐ ഹാവ് ടു ഫിക്സ് മൈസെൽഫ്. എന്നെ ഫിക്സ് ചെയ്തേ പറ്റൂ. എന്നെ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ എന്റെ ഈ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ എനിക്ക് എന്തായാലും. അപ്പൊ പണമില്ല എന്നുള്ളതിന്റെ പേരിൽ നിങ്ങൾ ഇത് ചെയ്യാതിരിക്കല്ല വേണ്ടത്. പണമില്ല എന്നുള്ള അവസ്ഥയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഈ പ്രോഗ്രാം ചെയ്യും. യു ഹാവ് ടു ഡു ഇറ്റ്. ബിക്കോസ് ഇത് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ പണമില്ലാത്ത ഈ പ്രശ്നമുണ്ടല്ലോ, അല്ലെങ്കിൽ എന്നും ഇങ്ങനെ പണമില്ല. ആ ഒരവസ്ഥയിൽ തന്നെ നമ്മൾ എന്തായി പോകും? സ്റ്റക്കായി പോകും. ആൻഡ് ഹൗ ലോങ് ഹാവ് യു ബീൻ? എത്രയോ ക്ലാസ്സുകൾ കേട്ടു, എത്രയോ വിഷയങ്ങൾ കേട്ടു, എത്രയോ തവണ ആഗ്രഹങ്ങളുണ്ട്. എന്നിട്ട് എത്ര കാലമായി ആഗ്രഹിക്കുന്നു, മുന്നോട്ട് പോകുന്നു, ചേഞ്ച് ആവണം, എന്റെ സിറ്റുവേഷൻസ് ചേഞ്ച് ചെയ്യണം, എന്റെ ഫാമിലിയെ രക്ഷപ്പെടുത്തണം, എന്റെ ആഗ്രഹങ്ങൾ നിറവേറ്റണം, എനിക്ക് വർക്ക് ചെയ്യണം എന്നുള്ള ആഗ്രഹമായിട്ട് എത്ര കാലമായി കഷ്ടപ്പെടുന്നു. അതിനൊക്കെ ഒരു അറുതി വരണ്ടേ, അതിനൊക്കെ ഒരു പരിധി വരണ്ടേ. ആൻഡ് ദിസ് ഇസ് ദ ടൈം. പ്ലീസ് ഹെൽപ്പ് യുവർ സെൽഫ്.
നിങ്ങളെ ഹെൽപ്പ് ചെയ്യുക. നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അനുവദിക്കുക. We are ready to help you. The thing is like, you have to let yourself, നിങ്ങളെ അനുവദിക്കണം എന്തിന്? ആ ഹെൽപ്പ് കിട്ടാൻ വേണ്ടി, സ്വീകരിക്കാൻ വേണ്ടി. So please do this for you. It's been many years. ഒരുപാട് മാസമായി, ഒരുപാട് വർഷമായിട്ട് ലൈഫ് മാറണമെന്ന് ആഗ്രഹിച്ച് നടക്കുകയാണ്. Enough is enough. മതിയെടോ, എത്ര കാലമായി? So this is a high time to change your life. So let's come, let's work together and change your life. Okay? ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർ എന്ത് ചെയ്യുക? നമ്പറിൽ വിളിക്കുക. അതേപോലെ തന്നെ എന്താ വെച്ചാൽ മെസ്സേജ് അയക്കുക. ഇവിടെ മുകളിൽ കൊടുത്തിട്ടുണ്ട്, നമ്മുടെ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഈ നമ്പറിൽ എന്ത് ചെയ്യുക? നിങ്ങൾക്ക് വിളിക്കാം. ഇവിടെ മെസ്സേജ് കൊടുത്തിട്ട് ഞാൻ ഒന്നുകൂടെ എന്ത് ചെയ്യാം? കോപ്പി പേസ്റ്റ് ചെയ്യാം. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം മനസ്സിലാക്കുക, ഇത് ട്രാൻസ്ഫോം ചെയ്യുക എന്നുള്ളത് നമ്മളാണ് തീരുമാനം. നമ്മൾ തീരുമാനം. ദിസ് ഈസ് ഹൈ ടൈം. ഒരുപാട് അറിവുകൾ, ഒരുപാട് മേഖലകൾ നമ്മൾ കവർ ചെയ്യുന്നു. ആ കവർ ചെയ്യുന്ന ഏരിയാസ് ആണ് ഞാനിപ്പോൾ ഇങ്ങനെ ഓരോ ദിവസങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അതിന്റെ ചെറിയ സിനോപ്സിസ് മാത്രമാണ്, ചെറിയ ചുരുക്കം മാത്രമാണ് നൽകുന്നത്. അതിന്റെ ഡെപ്തിലേക്ക് പോകാൻ ടൈം ഇല്ലാത്തത് കൊണ്ടാണ്. സോ നിങ്ങൾ എന്ത് ചെയ്യുക? വരിക. നമുക്ക് ഇൻ ഡെപ്തിൽ ഇന്റൻസീവ് ആയിട്ടുള്ള കോച്ചിങ് വേണം. അപ്പൊ അതുകൊണ്ട് അത് പെയ്ഡ് ആയിട്ടാണ് നമുക്ക് ചെയ്യാൻ കഴിയുള്ളൂ. കാരണം ഒരുപാട് പേര് നിങ്ങൾക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ മാത്രമല്ല, ഇതൊരു ടീം വർക്കാണ്. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് പേഴ്സണലായിട്ട് കോച്ചിനെ വെച്ച് തരും. അവരുണ്ട്, നമ്മുടെ അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, നമ്മുടെ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. ഇതൊക്കെ ഒരു കമ്മ്യൂണിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ദർ ആർ ലോട്ട് ഓഫ് എഫർട്ട് അല്ലെ. എല്ലാ ദിവസവും നിങ്ങൾക്ക് സ്റ്റുഡിയോയിൽ നമുക്ക് പോയിട്ട് മെഡിറ്റേഷൻസ് റെക്കോർഡ് ചെയ്യാനുണ്ട്. നമ്മൾ അത് റെക്കോർഡിംഗ് ടീംസ് ഉണ്ട്, വീഡിയോസ് ചെയ്യുന്നുണ്ട്, വീഡിയോസിന്റെ ടീംസ് ഉണ്ട്. Like a lot of people are working together. So it's like, you help us so that we can help you. Together we can change your life and we can grow together. Okay? Wish you all the very best. Understand the situation and take the decision. Let us help you. Okay? താല്പര്യമുള്ള ആൾക്കാർ എന്ത്, ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർ എന്ത് ചെയ്യുക? എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്യുക. ഈ ഒരു ഓഫർ സ്വന്തമാക്കുക. ഈ ബാച്ചിൽ തന്നെ ജോയിൻ ചെയ്യുക കേട്ടോ. 7,000 rupees ആണ്. ബട്ട് ഇറ്റ്സ് എൻ ഇൻ ഡെപ്ത് 1 month കോച്ചിങ് ആണ്. നിങ്ങൾക്ക് എന്താ വെച്ചാൽ ഇൻ ഡെപ്ത് നമ്മൾ എന്തെങ്കിലും ചെയ്തു തരും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യും? കാര്യങ്ങൾ ചെയ്തു തരും. ഓക്കെ, അപ്പൊ ഇന്നത്തെ സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്. നമ്മുടെ കോഴ്സ് ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് 7:30 to 8:30 ഓൾറെഡി ഒരു സെഷൻ ഉണ്ട്. ആ സെഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പം പങ്കെടുത്തുള്ള ആൾക്കാർ, ഓക്കെ, റിയൽമി ചോദിച്ചിട്ടുണ്ട് ട്രോമ എന്ന് വെച്ചാൽ എന്താണ്, ട്രോമയുടെ മീനിങ് എന്താണ് എന്ന് അറിയില്ല, ഒന്ന് പറഞ്ഞു തരാമോ? ട്രോമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ? അതിന്റെ കറക്റ്റ് മലയാളം വേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും മലയാളം വേർഡ്? ട്രോമ എന്നുള്ളതിന്റെ ഒരു ആഘാതം എന്ന് പറയാം നമുക്ക്. എന്ന് വെച്ചാൽ നമുക്ക് വല്ലാണ്ട് മനസ്സിന് വിഷമം ഉണ്ടാക്കുന്ന, എങ്ങനെയാണ് ഇതിന് പറയാ, മാനസിക വിഷമം ഉണ്ടാക്കുന്ന ഒരു അനുഭവം. അതായത് ചെറുപ്പത്തിൽ നമ്മൾ വല്ലാണ്ട് വേദനിപ്പിച്ച അനുഭവങ്ങൾ ഉണ്ടാവും. അതാണ് നമ്മുടെ പ്രശ്നം. മനസ്സിലാവുന്നുണ്ടോ? അതിന്റെ കറക്റ്റ് വേർഡ് എനിക്ക് കിട്ടുന്നില്ല. ഞാൻ നോക്കട്ടെ. ആഘാതം എന്നുള്ളതാണ് അതിന്റെ വേർഡ്. മലയാളം വേർഡ് എന്ന് വെച്ചാൽ ആഘാതം. ഹനാൻ, EFT ഉണ്ടോ? ഫീ എത്രയാണ്? ഓക്കെ, ഹനാൻ ചോദിക്കുന്നു. EFT നമ്മൾ കോഴ്സിന്റെ ഭാഗമായിട്ട് ഇതിൽ നമ്മൾ ചെറുതായിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കാരണം ഇതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ബട്ട് ദർ ഇസ് എൻ അഡ്വാൻസ്ഡ് EFT പ്രോഗ്രാം വരുന്നുണ്ട്. ഫുൾ ലെവലിൽ EFT ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള അതും വരുന്നുണ്ട്. സ്പെഷ്യലൈസ്ഡ് EFT പ്രോഗ്രാം വരുന്നുണ്ട്. ദിസ് ഇസ് എൻ സോ വണ്ടർഫുൾ ക്ലാസ് ആണ് ലഭിക്കുന്നത്. മനസ്സിലാവുന്നു. താങ്ക് യു സോ മച്ച്. നമ്മളുടെ ഇന്നത്തെ സെഷൻ അവിടെ അവസാനിക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇന്ന് തന്നെ നമുക്ക് മറ്റൊരു സെഷൻ ഉണ്ട്. 7:30 ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അപ്പൊ അതിലേക്ക് കിടക്കേണ്ടതുള്ളതുകൊണ്ട് ഇപ്പൊ പിൻവാങ്ങുകയാണ്. അതായത് അത് വരുന്നത് ഈ പറഞ്ഞിരിക്കുന്ന ഓൾറെഡി നമ്മുടെ കോഴ്സ് ചെയ്തിട്ടുള്ള ആൾക്കാരുടെ ഒരു കൂട്ടായ്മയാണ്. ചാർജ് കമ്മ്യൂണിറ്റി എന്നാണ് അതിന് പേരിട്ടിരിക്കുന്നത്. ചാർജ് ചെയ്യുകയാണ്. അതിൽ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ പഠിച്ചവരെ നമ്മൾ ചാർജ് ചെയ്യും. ഈ കോഴ്സിലേക്ക് വന്നാലും അതേ കമ്മ്യൂണിറ്റിയിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അതിൽ നിങ്ങൾക്ക് എന്താ വെച്ചാൽ അഡീഷണൽ ആയിട്ട് എല്ലാ ലൈഫ് ടൈം നമ്മളുടെ ഈ ഒരു സ്ഥാപനം, ഈ ഒരു പ്രൊജക്റ്റ് നമ്മൾ മുന്നോട്ട് പോകുന്നിടത്തുള്ള ആ ഒരു ലൈഫ് ടൈം നമുക്ക് എന്തുണ്ടാകും? അതിന്റെ ആ ഒരു എവറി വീക്ക് വി വിൽ ബി പ്രൊവൈഡിങ് ദാറ്റ് ചാർജിങ് എക്സ്പീരിയൻസ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എന്താ വെച്ചാൽ അതിലേക്ക് വന്നു കഴിഞ്ഞാൽ ലൈഫ് ടൈം നിങ്ങൾക്ക് എന്താ വെച്ചാൽ കോച്ചിങ്ങും സപ്പോർട്ടും കാര്യങ്ങളും ഇതിന്റെ ഭാഗമായിട്ട് കിട്ടുന്നുണ്ട്. ഓക്കെ, ആഘാതം കൊണ്ട് ക്വാളിറ്റി കൂട്ടാനും ശ്രമിക്കില്ലേ? ആഘാതം കൊണ്ട് ക്വാളിറ്റി കൂട്ടാൻ ശ്രമിക്കില്ല. അത് നമ്മൾ എടുക്കുന്ന രീതി. ചില ആഘാതം നമുക്ക് നെഗറ്റീവ് ആയിട്ടുള്ള ആഘാതത്തെ പറ്റിയാണ് ട്രോമ എന്ന് പറയുന്നത്. ഓക്കെ, എനിവേ നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്യാം. ഇപ്പൊ പിൻവാങ്ങുകയാണ്. സീ യു ലേറ്റർ. താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ്. കോഴ്സിലേക്ക് വരിക കേട്ടോ. ഓക്കെ, താങ്ക് യു.